ദൈവവിശ്വാസം ഉള്ളതുകൊണ്ടല്ല പള്ളിയിൽ പോകുന്നത്. പള്ളിയിൽ പോകണമല്ലോ എന്നുള്ളതുകൊണ്ടാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നത്. ഈ ദൈവവിശ്വാസം ഇല്ലാതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു ഇൻഡിപെൻഡൻസ് ആണ് വരുന്നത്. ഇൻഡിപെൻഡൻസ് കംസ് വിത്ത് റെസ്പോൺസിബിലിറ്റി. ദൈവം അനുഗ്രഹം ഇല്ലാത്തതുകൊണ്ട് തോറ്റു എന്ന് പറയുന്നതും നേരെ പഠിക്കാത്തതുകൊണ്ട് തോറ്റു എന്ന് പറയുന്നതിൽ ഏതാണ് നമുക്ക് കംഫർട്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏറ്റവും കംഫർട്ട് എന്ന് പറയുന്നത് നേരത്തെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന വികാരങ്ങൾക്കും വിശ്വാസങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. സദ്ഗുരുവിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ്, നമ്മളൊരു സയൻസ് വശമായിട്ട് ഒരു പൂവിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് ആസ്വദിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ആള് ഒരു പൂവിനെ കിട്ടിക്കഴിഞ്ഞാലായിരിക്കും അതിൽ ഏറ്റവും കൂടുതൽ ആസ്വാദനം വരുന്നത്. ചെടിക്ക് എന്തിനാണ് പൂവ്? പൂവ് എന്ന് പറയുന്നത് അതിന്റെ റീപ്രൊഡക്റ്റീവ് ഓർഗനാണ്. നമ്മുടെ വീടിന് മുമ്പിൽ നമ്മൾ ചെടി വെക്കുന്നത് നമുക്ക് എന്തിനാണ്? പൂവ് ഭയങ്കര അട്രാക്ഷനാണ്. ചെടിയിൽ ഏറ്റവും പബ്ലിക്കായിട്ട് നമ്മൾ നിർത്തുന്നത് അതിന്റെ പ്രൈവറ്റ് പാർട്ടാണ്. പൂവിന്റെ ഭംഗിയോട് കൂടിയോ കുറഞ്ഞോ. വിധി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടോ? ഭൂതം ഭാവിയെല്ലാം നേരത്തെ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ഫ്രീ വില്ലില്ല. മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യം എപ്പോഴും എന്താണ്? ഫ്യൂച്ചറിനെ കുറിച്ചാണ്. ആ അൺസർട്ടനിറ്റി ആണ് പലപ്പോഴും നമുക്ക് ആദ്യം ഉണ്ടാകുന്നത്. ഇത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ കണ്ടുപിടിച്ച ഒരു ടെക്നിക്കാണ് എഴുതപ്പെട്ടിട്ടുണ്ട്. വരാനുള്ളത് വഴിയിൽ തങ്ങില്ല. പറയുന്നുള്ള സുഖമുള്ളൂ. ബിഗ് ബാങ് എന്ന് പറയുന്ന ആശയത്തോട് വിയോജിപ്പുള്ള ഒരു സയന്റിസ്റ്റ് ആ വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ ഉപയോഗിച്ച വാക്കാണ് ബിഗ് ബാങ്. ശരിക്കും ബിഗ് ബാങ് തിയറിയിൽ അങ്ങോട്ട് പൊട്ടിത്തെറിയില്ല. 1380 കോടി വർഷങ്ങളാണ് ഈ പ്രപഞ്ചത്തിന്റെ പ്രായം. 1 കോടി വരെ എണ്ണാൻ എത്ര സമയം എടുക്കും? 1 മണിക്കൂർ. ഒരു നമ്പർ 1 സെക്കൻഡിൽ എണ്ണു വെച്ചു 3.5 മാസം എടുക്കും. 3.5 മാസം. അപ്പോഴാണ് പ്രപഞ്ചത്തിന്റെ പ്രായം നമ്മൾ 1380 കോടി വർഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇറ്റ്സ് എ ഹ്യൂജ് സ്പാൻ ഓഫ് ടൈം. വാട്ട് ഈസ് ടൈം? പ്രപഞ്ചം എന്ന് പറഞ്ഞ സംഗതി ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ, എൻറ്റിറ്റി, സത്ത, അതിൻ്റെ ഒരു പാർട്ടാണ് ടൈം. നമ്മൾ മനുഷ്യര് ടൈം എന്നുകൊണ്ട് പൊതുവെ ഉദ്ദേശിക്കുന്നത് മെഷർമെന്റ് ഓഫ് എ പാസേജ് ഓഫ് ടൈം. സമയം ഇങ്ങനെ കടന്നു പോകുന്നതിന്റെ മെഷർമെന്റ് ആണ് നമ്മൾ. പക്ഷെ ടൈം ആസ് സച്ച് എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റിയാണ്. ടൈം മെഷീൻ ഉപയോഗിച്ച് പാസ്റ്റിൽ പോയിട്ട് അയാളുടെ ഗ്രാൻഡ് ഫാദറിനെ കൊന്നു കളഞ്ഞു. അയാൾ ജനിക്കും. ഗ്രാൻഡ് ഫാദർ മരിച്ചുപോയാൽ ഇവൻ ജനിക്കത്തില്ല. ഇവൻ ജനിക്കാതെ എങ്ങനെയാണ് പോയി ഗ്രാൻഡ് ഫാദറിനെ കൊല്ലുന്നത്? അപ്പൊ ആരാണ് ഗ്രാൻഡ് ഫാദറിനെ കൊന്നയാൾ? ഗ്രാൻഡ് ഫാദർ പാരഡോക്സ്. ഫ്യൂച്ചർ ഹ്യൂമൻസ് ഉണ്ടാക്കിയ വേം ഹോളിലൂടെ കൂപ്പറിന് അകത്ത് പോയി കടന്ന് ക്വാണ്ടം ഡേറ്റ എടുക്കാൻ പറ്റിയോണ്ടാണ്. ആരാണ് ഈ വേം ഹോൾ ഉണ്ടാക്കിയത്? ഫ്യൂച്ചർ ഹ്യൂമൻസ്. മനുഷ്യരാശി സർവൈവ് ചെയ്യാതെ എങ്ങനെയാണ് ഈ ഫ്യൂച്ചർ ഹ്യൂമൻസ് ഉണ്ടാകുന്നത്? ദിസ് ഈസ് കോൾഡ് എ ടൈം ട്രാവൽ പാരഡോക്സ്. സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഭൂമി ഇങ്ങനെ കറങ്ങുന്ന ടീച്ചർ കാണിച്ചു തന്നിട്ട് ഗ്ലോബ് കൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ അച്ചുതണ്ടിന് ചുറ്റുമാണ് ഭൂമി കറങ്ങുന്നത്. അപ്പം എൻ്റെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ ഈ അച്ചുതണ്ടിൻ്റെ മുകളിൽ കയറും താഴോട്ട് നോക്കിയാൽ ഭയങ്കര രസമായിരിക്കും ഭൂമി ഇങ്ങനെ കറങ്ങുന്ന കാണാൻ. പക്ഷെ അത് കുറച്ചൊരു 9ാം ക്ലാസ്സിലായപ്പോൾ ഒരു ടീച്ചർ വന്ന് പറഞ്ഞു ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ തിരികെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ പറഞ്ഞു വെയിറ്റ് എ മിനിറ്റ്, സാങ്കല്പിക്കൂ? ഞാൻ കൊടുക്കയിൽ പൈസ ഇടുക അവിടെ പോവാൻ. ഹായ് ഗായ്സ്, വെൽക്കം ടു പിങ്ക്. ഇന്നത്തെ പിങ്കിൻ്റെ എപ്പിസോഡ് വളരെ സ്പെഷ്യലാണ്. കാരണം നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു ജോൺറയിലാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൻ്റെ ടോപ്പിക്ക് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ചൂസ് ചെയ്യുന്ന ഇടയിൽ, ഞാൻ റിസർച്ച് ചെയ്യുന്ന ഇടയിൽ ഒരു ഫൺ ഫാക്റ്റ് ആദ്യം പറഞ്ഞിട്ട് ഞാൻ തുടങ്ങാം. അതായത് ഇപ്പോൾ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു കഥയാണ് ഐസക് ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണ കഥ. അങ്ങനെയാണ് ഗ്രാവിറ്റി കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞ കഥ. പക്ഷെ ആക്ച്വലി അങ്ങനെ ഒരു ആപ്പിളും വീണിട്ടില്ല. അങ്ങനെ ഒരു കഥയെ ഒരു മെയ്ഡപ്പ് സ്റ്റോറിയാണെന്ന് അറിയണോടത്താണ് നമ്മുടെ അറിവിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം ഞാൻ ഈ ഒരു എപ്പിസോഡിന് വേണ്ടി ഞാൻ റിസർച്ച് ചെയ്യുമ്പം കണ്ടൊരു കാര്യമാണ്. സോ ഇന്നത്തെ എപ്പിസോഡിൻ്റെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റി ആൻഡ് സയൻസ് എന്നാണ്. മനുഷ്യൻ ചിന്തിച്ച് തുടങ്ങുന്ന സമയം തൊട്ടിട്ട് തന്നെ നമ്മുടെ ചിന്തകളെ കുഴപ്പിക്കുന്ന, നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു ടോപ്പിക് കൂടെയാണ് സ്പിരിച്വാലിറ്റി ആൻഡ് സയൻസ് എന്ന് പറയുന്നത്. സോ ഇന്ന് ഈ ടോപ്പിക്ക് ഒരുപാട് റിസർച്ച് ചെയ്തു. ചിലപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ കംപ്ലീറ്റ് ഒരു ക്ലാരിറ്റിയോ അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതെന്നോട് ക്ഷമിക്കുക, അതിൻ്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം. സോ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ഫിസിസ്റ്റായ തിരുവനന്തപുരം MG കോളേജിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായ ഡോക്ടർ വൈശാഖൻ തമ്പി. ഹായ്. ഹായ്. ഹൗ ആർ യു ഡോക്ടർ? വെരി ഫൈൻ. ഓക്കെ. സോ ഞാൻ ആദ്യം ഒരു സ്റ്റോറി പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ സാർ തിരിച്ചൊരു കാര്യം പറഞ്ഞു. ഇങ്ങനത്തെ ഒക്കെ സ്റ്റോറീസിനോട് സാർ ആദ്യം കേൾക്കുമ്പോൾ സാറിന് എന്താ തോന്നാറ്? ഞാനും ആദ്യം സ്റ്റോറി കേൾക്കുമ്പോൾ ഞാൻ ശരിക്കും ഇങ്ങനെ സംഭവിച്ചു എന്ന് വിചാരിച്ചാ കേൾക്കുന്നത്. പിന്നെ അതിപ്പോൾ സംഭവിച്ചാലും ഇല്ലെങ്കിലും നമുക്ക് ഫിസിക്സിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണയിൽ വ്യത്യാസമൊന്നും വരില്ല. ആ കഥ ഉള്ളതുകൊണ്ട് കുറേ പേരെങ്കിലും ഐസക് ന്യൂട്ടനെ കൂടുതൽ പരിചയപ്പെടുവാനും ഓർത്തിരിക്കാനും സാധ്യത ഉണ്ടെന്നുള്ളതേ ഉള്ളൂ.
ഐസക് ന്യൂട്ടൻ ഒരു ആപ്പിൾ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് എന്ന് ഐസക് ന്യൂട്ടൻ പറഞ്ഞതായിട്ട് ഒരാൾ എഴുതിയിട്ടുണ്ട്. ഐസക് ന്യൂട്ടൻ, വില്യം സ്റ്റൂക്ലി എന്ന് പറയുന്ന ഐസക് ന്യൂട്ടൻ്റെ സമകാലീനായ ഒരാളോട് അദ്ദേഹം ഈ ഐഡിയ, ഈ ഒരു കഥ പറഞ്ഞു എന്നാണ് പറയുന്നത്. നമ്മൾ ഐസക് ന്യൂട്ടനെ ഒരു ആപ്പിളിലേക്ക് ചുരുക്കിയാണ് പലപ്പോഴും സ്കൂളിൽ പഠിക്കുന്നത്. ഐസക് ന്യൂട്ടൻ്റെ ലെവൽ ആപ്പിളിൽ നിൽക്കുന്നതല്ല. ഇപ്പം അതോടെ തന്നെ ഇപ്പം ഞാൻ ആദ്യം തന്നെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞു സ്പിരിച്വാലിറ്റി ആൻഡ് സയൻസ് എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്ക്. ഇപ്പം ഒരുവിധം ആൾക്കാരൊക്കെ, ചില ആൾക്കാരൊക്കെ നമുക്ക് 3 തരം കാറ്റഗറിയിൽ തിരിക്കാം. അതായത് ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള ആൾക്കാർ, കുറേ കാര്യങ്ങളെ പറ്റി ഫാക്റ്റിൽ മാത്രം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, അവർ ഒരുപാട് കാര്യങ്ങളെ പറ്റി അറിയാൻ ശ്രമിക്കും, ഒരുപാട് കാര്യങ്ങളെ പറ്റി വായിക്കുക, എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇനി വേറൊരു വിഭാഗം ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇങ്ങനത്തെ അറിവുകളോടൊന്നും ആക്സസിബിലിറ്റി ചിലപ്പോൾ ഉണ്ടാവില്ല. ഇനി അതുമാത്രമാവില്ല, ചിലപ്പോൾ അത്രയൊന്നും അറിവ് ഞങ്ങൾക്കില്ല, ഈ ഒരു അറിവിൽ മതി, ഞങ്ങൾ ഈ ഒരു അറിവിൽ ജീവിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഞാൻ കോംപ്ലിക്കേറ്റഡ് ആണ്, ഇതിനേക്കാളും ഭേദം നമുക്കിതൊരു സൂപ്പർ പവർ ഉണ്ട് നമ്മുടെ മേലെന്ന് ചിന്തിച്ച് ജീവിക്കലാണ്, വെറുതെ എന്തിനാണ് ഒരു കോംപ്ലിക്കേറ്റഡ് തോട്ട് എന്ന് ചിന്തിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. സോ ഇതെല്ലാം ഇവിടെ നിൽക്കെ ഞാൻ വളരെ ഷോർട്ടായിട്ട് ചോദിക്കുകയാണ്, വാട്ട് ഇസ് സയൻസ്? സയൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ലളിതമായിട്ടൊരു നിർവചനം പറയണമെങ്കിൽ നമുക്ക് ലോകത്തെക്കുറിച്ച് അറിയാനുള്ളൊരു മാർഗ്ഗമാണ്. അത് വെറുതെ നമുക്ക് ഒരുപാട് രീതിയിൽ നമ്മൾ ലോകത്തെക്കുറിച്ച് പലതും മനസ്സിലാക്കി വെക്കും. ഇപ്പം നമ്മൾ ജംഗ്ഷനിൽ ഇറങ്ങി നിൽക്കുമ്പം ഒരു ഏലിയനാണെന്ന് വിചാരിച്ചോളൂ. നമ്മൾ ഈ നാട്ടിൽ ആദ്യമായിട്ട് ഈ ലോകത്ത് വന്നതാണ്. അപ്പോൾ നമ്മൾ ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ, എടപ്പള്ളി ജംഗ്ഷനിൽ ഒരാൾ കൈ കാണിക്കുമ്പോൾ ഒരു ഓട്ടോ നിൽക്കുന്നു. അപ്പോൾ നമുക്ക് തോന്നാം കൈ ഇങ്ങനെ വെച്ചാൽ ഓട്ടോ നിൽക്കും, കാരണം നമ്മൾ കണ്ട കാഴ്ച അതാണ്. പക്ഷേ കൈ കാണിക്കുന്ന ആളിന് ഓട്ടോയുടെ സർവീസ് ആവശ്യമുണ്ട് എന്ന് ഊഹിച്ച് ഓട്ടോ ഓടിക്കുന്ന ആളാണ് ഓട്ടോ നിർത്തുന്നത്, അല്ലേ? ഓട്ടോ കൈ കാണിച്ച് നിർത്തണമെന്ന് അറിയാതെ വേറൊരു കൾച്ചറിൽ തല കുലുക്കിയാലാണ് ഓട്ടോ നിർത്തുന്നതെന്ന് വെച്ചോളൂ. അപ്പം അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത് തല കുലുക്കുന്ന ആക്ഷനാണ് ഓട്ടോ നിർത്താൻ. ഇത് നമ്മൾ മനസ്സിലാക്കുന്നൊരു മെത്തേഡാണ്, നമ്മൾ കണ്ട് നമുക്ക് മനസ്സിൽ തോന്നും തമ്മിലൊരു ബന്ധമുണ്ടെന്ന്. അതല്ല ലോകത്തെ മനസ്സിലാക്കാനുള്ള ഏറ്റവും വിശ്വസനീയമായിട്ടുള്ള രീതി. അതിന് നമ്മൾ കണ്ടെത്തിയ ഒരു മാർഗ്ഗമാണ് സയൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സയൻസ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്നതിനപ്പുറം വിശ്വസനീയമായി ലോകത്തെക്കുറിച്ച് അറിയാനുള്ളൊരു മാർഗ്ഗമാണ്. ഇപ്പോഴും നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ അങ്ങനെ നമുക്ക് പഠിപ്പിക്കില്ല. നമ്മൾ പഠിപ്പിക്കുന്നത് കുറേ കാര്യങ്ങളാണ് സയൻസ്, വേറെ കുറേ കാര്യങ്ങൾ സയൻസ് അല്ലാത്തതുകൊണ്ട് എന്ന രീതിയിൽ പഠിക്കും. സയൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മെത്തേഡ്, അതൊരു സ്ട്രക്ചേർഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. നമ്മൾ ചില പ്രത്യേക ചിട്ടകളോടുകൂടി, ചില നിബന്ധനകളോടുകൂടി കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് അത് സയൻസിലൂടെ മനസ്സിലാക്കി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് മോർ ക്ലാരിറ്റി ഉണ്ടാവും ഫാക്ട്. ഇപ്പം പൊതുവേ നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യം കേട്ടോ, അതായത് ഇന്നൊരു വിശ്വാസിയുടെ അടുത്ത് സംസാരിക്കുകയാണെങ്കിൽ ആ വിശ്വാസി തുടങ്ങുന്നത് തന്നെ ബിഗ് ബാങ് തിയറി ഉണ്ടാക്കിയത് ദൈവമാണെന്ന് പറഞ്ഞിട്ടുള്ളൊരു കുറച്ചുകൂടെ ഒരു ലെവൽ കൂടിയ ഒരു വിശ്വാസമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ആൾക്കാർക്ക് ഇപ്പോൾ ഇൻഫോർമേഷൻസ് എല്ലാം മിക്സ്ഡ് അപ്പ് വിത്ത് ഇതിനെ. സയൻസ് തന്നെ എപ്പോഴും പറയുന്ന കാര്യം, സയൻസ് തിരുത്തപ്പെടാം, നാളെ വേറൊരു ഫാക്റ്റ് ആവാം. സയൻസ് തന്നെ സ്വയം അങ്ങനെ പറയുന്ന ഒരു തിയറിയിലാണ് പോകുന്നത്. സോ ഇപ്പം ഇങ്ങനെ ഇപ്പം സ്പിരിച്വാലിറ്റി മിക്സ് വിത്ത് സയൻസും സംസാരിക്കുന്ന ആൾക്ക്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇപ്പം കാണുമ്പം എന്താ തോന്നാറ്? അതിന് പ്രത്യേകിച്ച് തോന്നാനൊന്നുമില്ല. മനുഷ്യരങ്ങനെ കൈ കിട്ടുന്ന എല്ലായിടത്തും മിക്സ് ചെയ്യും. അപ്പോൾ എന്തൊക്കെ മിക്സ് ചെയ്യാൻ പറ്റുമില്ല എന്നുള്ളതൊന്നും ആലോചിച്ചിട്ടല്ല. നമ്മൾ ഒരാളെന്ന് പറയുന്നത് ലോകത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ഇന്ദ്രിയ അനുഭവങ്ങളിലൂടെയും പറഞ്ഞു കേട്ട കാര്യങ്ങളിലൂടെയും മറ്റുള്ളവർ പറഞ്ഞു തരുന്ന കാര്യങ്ങളിലൂടെ, അങ്ങനെ പല കാര്യങ്ങളിലൂടെ നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് എന്ന് പറയുന്ന ഒറ്റ കാര്യമാണ്. അതിൻ്റെ പല പാർട്സായിട്ടാണ് ഇത്. ചിലത് നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടുമായിരിക്കും, ചിലത് നമുക്ക് കണ്ട് നമ്മൾ മനസ്സിലാക്കിയായിരിക്കും, ചിലത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് പഠിച്ചായിരിക്കും, പറഞ്ഞു കേട്ടതായിരിക്കും. അങ്ങനെ പല രീതിയിലുള്ള സംഗതികൾ ഇതിനകത്തുണ്ട്. അപ്പം നമ്മളുടെ ഉള്ളിൽ ഇത് മിക്സ്ഡായിട്ടായിരിക്കുന്നത്. പക്ഷേ ഇതിൽ ചിലതൊക്കെ തീർത്തും തെറ്റായിരിക്കും, ചിലത് പാർഷ്യലി ശരിയായിരിക്കും, ചിലത് ചില സാഹചര്യങ്ങളിൽ ശരിയും വേറൊരു സാഹചര്യങ്ങളിൽ തെറ്റുമൊക്കെ ആയിരിക്കും. ഇതിങ്ങനെ ഒരു കോംപ്ലക്സ് പാക്കേജാണ്. അപ്പോൾ ചില ആളുടെ പാക്കേജിൻ്റെ ഭാഗമായിട്ട് ഒരു സൈഡിൽ ഇച്ചിരി സയൻസ് കാണും, ഇച്ചിരി റിലീജിയൻ കാണും, ഇച്ചിരി സൂപ്പർസ്റ്റിഷനും മറ്റേ സ്യൂഡോ സയൻസും ഒക്കെ കാണും. അത് അതിനകത്ത് പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഞാനൊരു സ്ഥലത്ത് വായിച്ചിട്ടുള്ളൊരു ഫിലോസഫി കേട്ടോ, അതായത് നമുക്കൊരു 5 ഭാഗത്തു നിന്ന് നമുക്കൊരു അറ്റാക്ക് വരികയാണെങ്കിൽ 4 ഭാഗത്തെ കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും. പക്ഷേ ഈ 5ാമത് വരുന്ന ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു അറ്റാക്കിനെ നമ്മൾ വിശ്വാസം എന്നാണ് വിളിക്കാന്നും പറഞ്ഞൊരു ഫിലോസഫി ഞാൻ വായിച്ചിട്ടുണ്ട്. അതിനോട് ഈ ഫിലോസഫി എവിടുന്നാ കിട്ടി? അതെന്റെ റിസർച്ചിന്റെ ഭാഗമായിട്ട് ഞാൻ വായിച്ചതാണ്. സോ ആ ഒരു കോട്ടിനോട് അല്ലെങ്കിൽ ആ ഒരു ഫിലോസഫിയോട് എന്താണ് പറയാനുള്ളത്? അത് ആ കോട്ട് എവിടെ നിന്നാലും വന്നെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് ആ വ്യക്തിക്ക് വിശ്വാസത്തെ എങ്ങനെയെങ്കിലും ഒരു
ഒന്ന് വൈറ്റ് വാഷ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഞാൻ വൈറ്റ് വാഷ് ചെയ്യുന്നത് വിശ്വാസം എന്ന് പറയുന്ന ഒരു മോശം കാര്യമായിട്ടല്ല ഞാൻ ഇവിടെ പറയുന്നത്. സയൻസിൻ്റെ കണ്ണിൽ വിശ്വാസത്തിലൂടെ അല്ലെങ്കിൽ വിശ്വാസം എന്ന രീതിയിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന അറിവ് യൂസ്ഫുൾ അല്ല. നമ്മളങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിശ്വസിക്കും. ഇപ്പം നമ്മുടെ കൂട്ടുകാരുടെ ഇടയിൽ പല ആളുകളും നമ്മൾക്ക് നല്ലത് മാത്രം വരുന്നതെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കുമെന്നും അവർ നമുക്ക് ദോഷമുള്ള ഒന്നും ചെയ്യില്ല എന്നും നമ്മൾ വിശ്വസിക്കും. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പല കാര്യങ്ങളും സ്വസ്ഥമായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ വിശ്വാസം ഇല്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. പല കാര്യത്തിലുള്ള വിശ്വാസങ്ങളുണ്ട്. പക്ഷേ സയൻസുമായിട്ട് അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ട്. സയൻസ് ലോകത്തെ റിലയബിളായിട്ട് എങ്ങനെ മനസ്സിലാക്കാം എന്നാണ് അതിനുള്ള ശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ സയൻസ് അങ്ങനെ കണ്ടെത്തുന്ന അറിവുകളുടെ ഒരു പ്രധാന സ്വഭാവമായിട്ട് നമ്മൾ പറയുന്നത് ഇത് ഒബ്ജക്റ്റീവാണെന്നാണ്. ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഭൂമിയുടെ രൂപം എന്താണ്, അത് പരന്നിട്ടാണോ ഉരുണ്ടിട്ടാണോ എന്ന് ചോദിച്ചാൽ ഒരാൾ പറയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഭൂമി പരന്നിട്ടാണ്, വേറെ ആൾ പറയാണ് എൻ്റെ അഭിപ്രായത്തിൽ ഭൂമി ഉരുണ്ടതും പരന്നതുമല്ല, അതിനൊരു ഇഡ്ഡലിയുടെ ഷേപ്പാണ്, കുറച്ച് പരന്നിട്ടുമാണ് കുറച്ച് ഉരുണ്ടിട്ടുമാണ്. ഇങ്ങനെയുള്ള ഉത്തരത്തിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ അവിടെ? കാരണം ഭൂമിക്ക് ഇതൊന്നും അല്ല. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ എന്ത് വിചാരിച്ച് വെച്ചാലും ഭൂമിയുടെ രൂപം ഒന്ന് തന്നെയല്ലേ ഉള്ളൂ. കാരണം എല്ലാവരുടെയും സംബന്ധിച്ചിടത്തോളം ഭൂമി ഒന്നേ ഉള്ളൂ, അതിനൊരു രൂപമുണ്ട്. അപ്പം ഭൂമിയുടെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു കോമൺ എക്സാമ്പിളാണ്, ഒരു ഒബ്ജക്റ്റീവ് ഫാക്റ്റാണ്. അത് നിങ്ങൾ എന്ത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് ഭൂമിയിലെ മുഴുവൻ മനുഷ്യരും പണ്ട് വിചാരിച്ചിരുന്ന ഭൂമി പരന്നിട്ടാണെന്നാണ്. നമ്മൾ ചുറ്റും നോക്കി അങ്ങനെ നമുക്ക് തോന്നും. അന്നും ഭൂമി പരന്നല്ലേ ഇരുന്നത്, ഉരുണ്ടല്ലേ ഇരുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥമാണ് ആ ഷേപ്പിന് മനുഷ്യരെന്ത് വിചാരിച്ച് വെച്ചേക്കുന്നു എന്നുള്ളതായിട്ട് ബന്ധമൊന്നുമില്ല. മനുഷ്യരതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് മനുഷ്യരുടെ പ്രശ്നമാണ്. അത്തരം അറിവുകളെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് എന്ന് വിളിക്കുന്നത്. അത് വസ്തുനിഷ്ഠമായിട്ടുള്ള അറിവ്. ഇനി അല്ലാത്ത വ്യക്തിനിഷ്ഠമായിട്ടുള്ള അറിവുകളുമുണ്ട്. ഇപ്പം വികാരങ്ങളെ സംബന്ധിച്ചിട്ടുള്ളതും ഇഷ്ടാനിഷ്ടങ്ങളെ ഇതൊക്കെ വ്യക്തിനിഷ്ഠമാണ്. ഇപ്പോൾ കട്ടൻ ചായയാണോ പാൽ ചായയാണോ ടേസ്റ്റ് കൂടുതൽ എന്ന് ചോദിച്ചാൽ അങ്ങനെ വസ്തുനിഷ്ഠമായിട്ടുള്ള അറിവൊന്നുമില്ല. അത് ഓരോരുത്തരുടെയും മസ്തിഷ്കമാണ് തീരുമാനിക്കുന്നത്. എനിക്കത് കുടിക്കുമ്പം എൻ്റെ ഇന്ദ്രിയങ്ങൾ തരുന്ന എക്സ്പീരിയൻസ് എനിക്ക് പ്ലഷർ തരുന്നുണ്ടോ, അതിലേതാണ് കൂടുതൽ പ്ലഷർ തരുന്നത്, അത് നല്ലതെന്ന് എൻ്റെ മസ്തിഷ്കം തീരുമാനിക്കും. അത് വേറൊരാൾ നിങ്ങൾ ആ ചായ കുടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതേ കമ്പാരിസൺ ആയിക്കണമെന്നില്ല. അതിൽ ശരിയും തെറ്റുമൊന്നുമില്ല. അത് വ്യക്തിനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആത്മനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ സബ്ജക്റ്റീവ് എന്ന് പറയും. സയൻസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒബ്ജക്റ്റീവാണ്. വിശ്വാസത്തിന് ഇങ്ങനെ പരിധിയില്ല. ഓരോരുത്തരും അവരുടെ രീതിയിൽ വിശ്വസിക്കാം. പിന്നെ ഒരുപോലെ വിശ്വസിക്കുന്നവർക്ക് വേണമെങ്കിൽ സംഘം ചേരാം, അങ്ങനെ വലിയ മൂവ്മെൻ്റൊക്കെ ആക്കി മാറ്റാം. പക്ഷെ അപ്പോഴും അത് സബ്ജക്റ്റീവാണ്. ഞാൻ പറഞ്ഞ അതാണ് ഈ 4 വശവും 5ാമത്തെ വശമായിട്ട് തന്നെ താരതമ്യം ചെയ്യുമ്പം ഇത് 2 തരം ഡയമെൻഷൻസാണ്. നമുക്ക് അതിനങ്ങനെ കമ്പയർ ചെയ്യുന്നൊരു കാര്യമില്ല. ഇപ്പം പലപ്പോഴും നമുക്ക് തോന്നും സയൻസ് മാത്രം പോരല്ലോ. അതായത് നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ ചിലപ്പോൾ സയൻറ്റിഫിക്കായിട്ട് മനസ്സിലാക്കണമെന്നില്ല. ചില കാര്യങ്ങൾ നമുക്ക് വൈകാരികമായിരിക്കും. പക്ഷേ അൺസയൻറ്റിഫിക് ആകുക എന്ന് പറയുന്നൊരു മോശമായതുകൊണ്ട് ഇതും സയൻറ്റിഫിക്കോ അല്ലെങ്കിൽ സയൻസിന് അപ്പുറമുള്ള എന്തോ ആണെന്ന് വിശ്വസിക്കുമ്പോൾ എനിക്കൊരു കംഫർട്ട് തോന്നും. അങ്ങനെയാണ് പല ആളുകളും ഇതിനെ ഇങ്ങനെ ഇക്വേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഈ രീതിയിൽ തന്നെ പാസ്സാക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു അഭ്യാസത്തിന്റെ ആവശ്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് തോന്നുന്നു ഒരുപാട് ചിന്തിക്കണ്ടല്ലോ. അതായത് ചിന്തിച്ച് ചിലപ്പോൾ മനുഷ്യനെ ഭ്രാന്തായി പോകണ്ടെന്ന് വെച്ചുകൊണ്ടായിരിക്കും. ചിന്തിച്ചങ്ങനെ ഭ്രാന്താകത്തൊന്നുമില്ല. ചിന്തിക്കാൻ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ചിന്തിച്ചാൽ ചിന്തയ്ക്ക് GST ഒന്നും അടയ്ക്കേണ്ടല്ലോ, എത്ര വേണേലും ഇരുന്ന് ചിന്തിക്കാമല്ലോ. ഇപ്പം ഏറ്റവും കൂടുതൽ സയൻസിൽ അറിവുള്ള ഒരാൾ എന്നുള്ള നമുക്ക് ഇപ്പോൾ ഒരു ടോപ്പ് നോച്ച് ആളെന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു സയൻറ്റിസ്റ്റ് എന്നൊക്കെ പറയാം. ഓക്കെ, പക്ഷേ ഇപ്പം ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്, ഇപ്പം റോക്കറ്ററി പടമൊക്കെ ഇറങ്ങിയപ്പോൾ ഈ നമ്പിനാരായണൻ എന്നുള്ളൊരു ക്യാരക്ടറും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ അതിൽ നോക്കുമ്പോൾ ഇവരൊരു മിഷൻ ചെയ്യണേട്ട് മുന്നേ ഇവർ ഒരു സ്പിരിച്വലായിട്ട് അതേപോലെ ഒരു നാരങ്ങ ഇതാക്കലും അതിൽ പൂജയും. ഇനിയിപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഭയങ്കര പേഴ്സ്പെക്റ്റീവ്സ് മാത്രം ഭയങ്കര വൈഡായിട്ട് റേഞ്ചിൽ നമ്മൾ ചിന്തിക്കുന്നതാണ് സിനിമയിലടക്കം നമ്മൾ ക്യാമറയൊക്കെ ഒന്നിങ്ങനെ തേങ്ങയിൽ ഇതൊക്കെ ചെയ്യുന്ന ഒരു പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ സയൻസിൽ തന്നെ ഇപ്പം നമ്മളൊരു ഡോക്ടറുടെ അടുത്ത് ഒരു ഓപ്പറേഷന് പോകുന്ന സമയത്താണ് ഡോക്ടർ ദൈവത്തെ പ്രാർത്ഥിച്ച് ഇരുന്നോളൂ എന്ന് പറയുന്ന ഡോക്ടേഴ്സിനെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ വിശ്വാസം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ആക്ച്വലി ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം വർക്ക് ചെയ്യുന്നത്? ഈ വിശ്വാസം നമുക്ക് ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ്. മനുഷ്യൻ ബേസിക്കലി വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം കാര്യം ചെയ്യുക. കാരണം അത് ഭയങ്കര ക്വിക്കാണ്, സേവ്ഡാണ്. അറിവെന്ന് പറയുന്ന സംഗതി ചുമ്മാ കൊണ്ടാവില്ല, നമ്മൾ ഇച്ചിരി മെനക്കെടണം. വിശ്വാസം ഉണ്ടാകാൻ എളുപ്പമാണ്. പിന്നെ വിശ്വാസം നമ്മുടെ വികാരങ്ങളുമായിട്ട് കണക്റ്റഡാണ്. മനുഷ്യന് വിവേകമാണോ വികാരമാണോ പ്രധാനപ്പെട്ടത് എന്ന് ചോദിച്ചാൽ ലോകത്തെ മനസ്സിലാക്കാൻ വിവേകമാണ് ആവശ്യം. പക്ഷെ മനുഷ്യൻ്റെ ബ്രെയിൻ പ്രയോറിറ്റി കൊടുക്കുന്നത് വിശ്വാസത്തിനാണ്. കാരണം അത് ക്വിക്കാണ്. നമ്മൾ ബ്രെയിനിനെ ഒരു മെഷീനായിട്ട് സങ്കല്പിക്കണം. നമ്മുടെ ഐഡൻറ്റിറ്റി തീരുമാനിക്കുന്ന, നമ്മുടെ മൊത്തം ശരീരത്തെ ചലിപ്പിക്കുന്ന ഒരു മെഷീനാണ് ബ്രെയിൻ. ഈ ബ്രെയിനിന് ഒരുപാട് എനർജി വേണം.
അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും ഒക്കെയാണ് ഈ എനർജി കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഇന്നത്തെ കാലത്ത് നമുക്ക് ഇതൊരു എനർജി ഡിമാൻഡ് എന്ന് പറയുന്ന പ്രശ്നം, നമ്മളിപ്പം കാലറി കുറയ്ക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. പക്ഷെ പണ്ട് മനുഷ്യനുണ്ടായ കാലത്ത് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ കിട്ടില്ല കാലറി. ക്രൂഡ്സ് എന്നൊരു സിനിമ കണ്ടിട്ടുണ്ട്, ഒരു അനിമേഷൻ പടം. അതിലൊരു ഡയലോഗുണ്ട്, എല്ലാവരും ശ്രദ്ധിച്ച് കാണത്തില്ല. അതിൽ അച്ഛൻ മക്കൾക്ക് ഫുഡ് കൊണ്ട് കൊടുത്തിട്ട് അപ്പോൾ കുട്ടി അതിലൊരു പീസ് എടുത്ത് അച്ഛൻ നീട്ടുമ്പം അച്ഛൻ പറയുന്നൊരു ഡയലോഗ്, നോ ഐ എയ്റ്റ് ലാസ്റ്റ് വീക്ക് എന്നാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച കഴിച്ചു എന്ന് വെച്ചാൽ ഫുഡ് അത്രയും സ്കേഴ്സാണെന്ന്. ഇന്നത്തെ പോലെ ദിവസം 4-5 നേരം ഭക്ഷണം കഴിക്കുന്ന സാഹചര്യം അന്നില്ല. അപ്പോൾ നമ്മുടെ ശരീരം എപ്പോഴും ശ്രമിക്കുന്നത് ഫുഡ് എനർജി വളരെ സ്കേഴ്സ് ആയതുകൊണ്ട് എനർജി വളരെ കുറച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ എനർജി ഉപയോഗിക്കുന്ന അവയവം ഏതാണ്? ബ്രെയിനാണ്. ഈ ബ്രെയിൻ ഏറ്റവും കുറച്ച് ഉപയോഗിക്കാനേ ശരീരം ശ്രമിക്കൂ. എന്നാൽ നിങ്ങൾ ആലോചിച്ച് തെളിവുണ്ടോ, അതാണോ ഇതാണോ, കുറേ ആർഗ്യുമെൻ്റൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യം ചെയ്ത് ബെസ്റ്റ് ആർഗ്യുമെൻ്റ് ഏതാണ് എന്ന് ആലോചിക്കുക എന്ന് പറയുന്നത് എനർജിയുള്ള പണിയാണ്. നമ്മൾ പരീക്ഷയുടെ തലേന്ന് വെറുതെ ഇരുന്ന് പഠിച്ചാൽ ക്ഷീണിക്കത്തില്ലേ? എന്താണ് ഈ തലച്ചോറ് ഇത്ര എനർജി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏറ്റവും കംഫർട്ട് എന്ന് പറയുന്നത് നേരത്തെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന വികാരങ്ങൾക്കും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിശ്വാസങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അത് ശരിയായിക്കോണമെന്നില്ല എന്നും പലപ്പോഴും ഇത് തെറ്റായിരിക്കുമെന്നും നമുക്ക് ഇന്ന് അറിയാവുന്നത് സയൻസിലൂടെയാണ്. അതുകൊണ്ട് ഇത് തമ്മിൽ മനുഷ്യൻ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് വിശ്വാസങ്ങൾക്കാണ്. ഒരു അൺസർട്ടനിറ്റി വരുമ്പോൾ, അനിശ്ചിതത്വം വരുമ്പോൾ മനുഷ്യർക്ക് ഏറ്റവും ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്ന കാര്യമാണ് അനിശ്ചിതത്വം. ഇല്ലേ, നമ്മളിപ്പോൾ ഒരാളെ വെയിറ്റ് ചെയ്യുമ്പോൾ അയാൾ വരുമെന്ന് ഉറപ്പുണ്ടെങ്കിലും പ്രശ്നമില്ല, അയാൾ വരില്ല എന്ന് ഉറപ്പുണ്ടെങ്കിലും പ്രശ്നമില്ല. വരുമോ ഇല്ലയോ എന്ന് അറിയാത്ത അവസ്ഥയാണ് കംഫർട്ട്. പരീക്ഷയ്ക്ക് റിസൾട്ട് വരുന്നതിന് മുമ്പുള്ള ടെൻഷൻ എന്ന് പറഞ്ഞാൽ പൊട്ടിയാലും ആ ടെൻഷനില്ല, ജയിച്ചാലും ടെൻഷനില്ല. ഇത് അറിയാത്തൊരവസ്ഥയുണ്ട് അല്ലേ? ഈ അവസ്ഥ അൺസർട്ടനിറ്റി ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അൺസർട്ടനിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് കൺട്രോൾ ഇല്ലായ്മ ഫീൽ ചെയ്യും. വി ഡോണ്ട് ഹാവ് എ കൺട്രോൾ. അപ്പോൾ നമ്മൾ അടുക്കളയിൽ എന്തെങ്കിലും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്ന് വെച്ചോളൂ. നിങ്ങൾ ചായ തിളപ്പിക്കാൻ വേണ്ടി പാത്രം അടുപ്പത്ത് വെച്ചു. അപ്പോൾ നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരാൾ ഫോൺ ചെയ്യാം. നിങ്ങൾ ചായ നന്നാകണമെന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? ഇല്ല, നമ്മുടെ കൺട്രോളുള്ള കാര്യം. ഒരാൾ നമ്മളെ ഫോൺ ചെയ്തു, അപ്പോൾ ഒരു അത്യാവശ്യമുണ്ട്, ജംഗ്ഷനിലോട്ട് വരണമെന്ന് പറഞ്ഞു. നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണെന്ന്, ക്രഷാണെന്ന് വെച്ചു. ഫോൺ ചെന്ന് കാണാനുള്ള അവസരം നമ്മൾ അവിടെ ചെന്നാൽ കുറേ പുള്ളി പോകാൻ സമയത്താണ് നമ്മൾ ആലോചിച്ചത് സ്റ്റൗ ഓണാണ്, പാത്രമായിട്ട് മുകളിലിരിക്കും. അപ്പം നിങ്ങൾ ദൈവത്തെ വിളിക്കാൻ സാധ്യത ഉണ്ടോ? എന്തുകൊണ്ടാ? കൺട്രോളില്ല, കയ്യിൽ നിന്ന് പോയി. അപ്പം നമ്മൾ വിളിക്കും, ദൈവമേ എന്ന് വിളിക്കും. എന്തുകൊണ്ടാ? ആ അൺസർട്ടനിറ്റിയാണ്. തിരിച്ചു വരുമ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? വീടോടെ തീ പിടിച്ചാലും ഇത്രയും ടെൻഷൻ വരില്ല. കാരണം ഓക്കെ ഇത്രയൊക്കെ സംഭവിച്ച് കഴിഞ്ഞു, പിന്നെ വിഷമമാണ് വരുന്നത്. മറ്റതല്ല, ഭയങ്കര ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്നൊരു സ്ട്രെസ് നമുക്ക് ഫീൽ ചെയ്യും, ആ ഒരു പ്രഷർ ഫീൽ ചെയ്യും. ഇത്തരം സാഹചര്യങ്ങളിലാണ് മനുഷ്യർ ഒരു കൺട്രോൾ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് തോന്നുന്നു. അതിന് നമ്മൾ കണ്ടുപിടിച്ച ബെസ്റ്റ് ടൂളാണ് വിശ്വാസം. ഇപ്പം ഞാൻ ആക്ച്വലി ഈ ടെസ്റ്റായ ടൈമിലോ ഞാനിപ്പം നമ്മളെന്തെങ്കിലും ഒരു സമയത്ത് ഇപ്പോൾ വീഴാൻ പോകുന്ന ചിലപ്പോൾ ദൈവമേ, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ദൈവമേ എന്നൊക്കെ വിളിക്കുന്ന ഇപ്പോഴും അങ്ങനെ. പക്ഷേ ഇപ്പോൾ ഞാനൊരു ഫിഗർ ഓഫ് സ്പീച്ച് എന്നൊക്കെ ചിലപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടായിരിക്കാം. ഇപ്പം സാറിന് എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പോഴോ എങ്ങനെയൊക്കെ സാറിൻ്റെ മൈൻഡ് ആക്ച്വലി വർക്ക് ചെയ്യുന്നത്? മൈൻഡ് വർക്ക് ചെയ്യുന്നത് എന്താ ഉദ്ദേശം? ആപത്ത് വരുമ്പോഴത്തേക്ക് എല്ലാവരുടെയും മൈൻഡിലും വരുന്ന സ്ട്രെസ്സും ടെൻഷനും അല്ല, അതായത് ഞാൻ ചോദിക്കുന്നത് ഇതേപോലെ ദൈവമേ എങ്ങനെ ശരിയായ അങ്ങനെ പറയാറുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മയില്ല. പണ്ടൊക്കെ പറയാറുണ്ട്, ഇപ്പം അങ്ങനെ മനസ്സിലോട്ട് അങ്ങനെ വരാറില്ല. നമ്മൾ ജനിച്ചപ്പോഴേ ഞാൻ നിരീശ്വരവാദിയൊന്നും അല്ല. അതാണ് ഈ അൺസർട്ടനിറ്റിനെ സാർ എങ്ങനെ ഞാൻ അൺസർട്ടനിറ്റി കോപ്പി ശ്രമിക്കുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോഴും നമുക്ക് സമയമില്ല, അൺസർട്ടൺ സിറ്റുവേഷനെ ഡീൽ ചെയ്യാനുള്ള സമയമില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്കതിനെ എൻ്റെ മനസ്സിലേക്ക് വിശ്വാസം വരാറില്ല. ആ സമയത്ത് വരുന്നത് ഒരു സ്ട്രെസ് എന്ന് പറയുന്ന ഒരു ഡിസ്കംഫർട്ട് ഫീൽ ആയിരിക്കും. വിശ്വാസം കൊണ്ട് അതിനെ കൗണ്ടർ ചെയ്യാനോ ഹാൻഡിൽ ചെയ്യാനോ പറ്റില്ല എന്ന് ബോധ്യമുള്ളതുകൊണ്ട് ആ ഡയറക്ഷനിലോട്ട് പോകുന്ന പരിപാടിയില്ല. പിന്നെ ആഗ്രഹങ്ങളാണ്. ഞാൻ പലപ്പോഴും ആളുടെ അടുത്ത് പറയുന്നത് എന്താണ്, വിഷ് ചെയ്യുന്നത് ആഗ്രഹം. നമ്മൾ വിഷ് യു ഗുഡ് ലക്ക് എന്നല്ലേ പറയാം, വിഷ് യു ഓൾ ദ ബെസ്റ്റ് എന്നാണ് പറയാം. ഐ വിൽ പ്രേ ഫോർ യു എന്ന് പറയുന്നത് എൻ്റെ ഒരു വെർഷനാണത്. പ്രേ ഫോർ യു എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ ആരോട് പറഞ്ഞ് കാര്യം ശരിയാക്കി തരാമെന്ന് പറയുന്നതല്ലാണ്. അല്ല, വിഷ് എന്ന് പറഞ്ഞാൽ നിനക്ക് നല്ല സംഭവിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് നിൻ്റെ അടുത്തുള്ള കൺസേൺ കൊണ്ട് അല്ലെങ്കിൽ ആ ഗുഡ് ഫീലിങ്സ് കൊണ്ട് ഞാൻ എൻ്റെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നതാണ്. പക്ഷെ ഞാൻ ഒരിക്കലും ഇത് പറയില്ല മേ ഗോഡ് ബ്ലെസ് യു എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം അങ്ങനെ ഒരാളില്ല എന്ന ബോധ്യമുള്ളതുകൊണ്ട് ആ പറയുന്നത് ഒരു തട്ടിപ്പായിപ്പോൾ. ഇപ്പം ഈ മേ ഗോഡ് ബ്ലെസ് യു, ഇപ്പം ഞാനൊരു കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ
ഇപ്പം ഈ പറയുന്ന ഈ സയൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ സ്കൂളിൽ നിന്നാണ് പഠിക്കുന്നത്. നമ്മൾ ഒരിക്കലും നമുക്ക് വീട്ടിൽ നിന്നല്ലല്ലോ നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരു ഇപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി എന്നൊക്കെ ഉള്ളത് ആദ്യത്തെ 2-3 പീരീഡൊക്കെ ആണെങ്കിൽ ഏറ്റവും ആദ്യം വരുന്നത് ഈശ്വര പ്രാർത്ഥനയായിരിക്കും. ഈശ്വര പ്രാർത്ഥന കഴിഞ്ഞിട്ടേ സയൻസ് ഫിസിക്സ് എല്ലാ ഇതും വരുന്നുള്ളൂ. ഇത് എത്രത്തോളം ഒരു കുട്ടിയുടെ ഇതൊരു സ്പിരിച്വൽ ഡെവലപ്മെൻ്റ് ഒരു കുട്ടീനെ ഉണ്ടാക്കാനുള്ളൊരു സാധ്യതയില്ലേ? നമ്മളെല്ലാവരും കുട്ടികളെന്ന രീതിയിൽ ജീവൻ തുടങ്ങുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പകർന്നു കിട്ടും. കൾച്ചറിൻ്റെ ഭാഗമായിട്ടും ഫാമിലി സെറ്റപ്പിൻ്റെ ഭാഗമായിട്ടും. അതാണ് നമ്മളുടെ ഫസ്റ്റ് സെറ്റിങ്. പിന്നെ ഇത് അൺലേൺ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ടഫാണ്. അതുകൊണ്ടാണ് പല ആളുകളും, ഇപ്പോൾ എൻ്റെ കുറേ സുഹൃത്തുക്കളുണ്ട്, അവർ ദൈവവിശ്വാസം ഉള്ളതുകൊണ്ടല്ല പള്ളിയിൽ പോകുന്നത്, പള്ളിയിൽ പോകണമല്ലോ എന്നുള്ളതുകൊണ്ടാണ് ദൈവത്തെ വിശ്വസിക്കുന്നത്. പള്ളിയിൽ പോകേണ്ട ആവശ്യമുണ്ട്, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. അതുകൊണ്ട് ദൈവത്തെ ചോദ്യം ചെയ്യുന്ന അവർക്ക് കേൾക്കണ്ട. കാരണം ദൈവം എന്ന് പറഞ്ഞ സംഗതി ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ നിങ്ങൾക്ക് പള്ളിയിൽ ചെന്ന് സ്വസ്ഥമായിട്ട് നിൽക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നത് ഇതിനകത്ത് വേറെ കുറേ കോംപ്ലക്സ് റീസൺസ് ഉണ്ട്. നമ്മളൊരു സാമൂഹിക സെറ്റപ്പ് എന്ന രീതിയിൽ നമ്മൾ കുറേ സംവിധാനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ മതത്തിന് നമ്മുടെ നാട്ടിൽ ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ട്. മത കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ചായിരിക്കും പലപ്പോഴും നമ്മുടെ ലൈഫ് സ്റ്റൈലും ഫാമിലി സെറ്റപ്പും ഒക്കെ. ആൾക്കാർ പറയും പള്ളിയെ പണിക്കാൻ മരിക്കാൻ പോലും പറ്റത്തില്ല എന്ന് പറയും. അത്രയും നമ്മൾ സ്ട്രെസ്ഡാണ്. ഇപ്പോൾ ഒരു കുട്ടി, പല ആളുകളും ഈശ്വരനെ ചോദ്യം ചെയ്യുമ്പോഴത്തേക്കും പ്രശ്നം വരുന്ന അവർക്ക് മാത്രമല്ല, ഫാമിലിക്ക് മൊത്തമാണ്. അപ്പോൾ ഫാമിലിക്ക് വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി അവർ മുമ്പോട്ട് പറയാതിരിക്കുന്നവരുണ്ട്. ഞാൻ അതുകൊണ്ട് ആ പ്രയോഗം പറഞ്ഞു. അവർ ദൈവവിശ്വാസം ഉള്ളതുകൊണ്ടല്ല പള്ളിയിൽ പോകുന്നത്. അവർ ജനിച്ച കാലം വരെ വീട്ടുകാരെ പള്ളിയിൽ കൊണ്ടുപോകും, അവർ സ്ഥിരമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ദൈവവിശ്വാസം ചോദ്യം ചെയ്ത് അതെങ്ങാനും ഇല്ലാതായ സ്വന്തം കംഫർട്ടിനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കേൾക്കണ്ട, ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി ചിലപ്പോൾ ഇല്ലാണ്ടായി പോകണം. അങ്ങനെ അതൊരു ഈ ദൈവവിശ്വാസം ഇല്ലാതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു ഇൻഡിപെൻഡൻസ് ആണ് വരുന്നത്. ഈ ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പോൾ പറയുമ്പോൾ നല്ല സുഖമുള്ള വാക്കാണെങ്കിലും എല്ലാ കാര്യത്തിലും അങ്ങനെ സുഖമുള്ള കാര്യമല്ല. ഇൻഡിപെൻഡൻസ് കംസ് വിത്ത് റെസ്പോൺസിബിലിറ്റി. ദൈവം അനുഗ്രഹം ഇല്ലാത്തതുകൊണ്ട് തോറ്റു എന്ന് പറയുന്നതും നേരെ പഠിക്കാത്തതുകൊണ്ട് തോറ്റു എന്ന് പറയുന്നതിൽ ഏതാണ് നമുക്ക് കംഫർട്ട്? ദൈവം ഇല്ല, അനുഗ്രഹം കുറഞ്ഞു പോയതുകൊണ്ട് തോറ്റു എന്ന് പറയുന്നതാണ് കംഫർട്ട്. നമുക്ക് ഉത്തരവാദിത്തം വേറൊരാൾക്ക് കൊടുത്തിട്ട് നമുക്കൊന്ന് സ്വസ്ഥമായിട്ടിരിക്കും. മറ്റേ അതല്ല, ഞാൻ പഠിക്കാത്തതുകൊണ്ടാണെന്ന് പറയുമ്പോഴത്തേക്കും ഡിസ്കംഫർട്ട് ഉണ്ട്. അപ്പം അങ്ങനെ ഉത്തരവാദിത്ത പ്രശ്നങ്ങളുണ്ട്. നിങ്ങളൊരു അടിമയാണെങ്കിൽ കുറേ ഗുണങ്ങളുണ്ട്. ഇപ്പം നിങ്ങളൊരു മുതലാളിയുടെ അടിമയാണ്, മുതലാളിയുടെ കടത്തിൻ്റെ ഉത്തരവാദിത്തം നിങ്ങൾക്ക് വരില്ല അല്ലേ? അല്ല, മുതലാളിയുടെ അസിസ്റ്റൻ്റ് ആണെങ്കിൽ ഉത്തരവാദിത്തം വരും. നിങ്ങൾ പണിയെടുക്കാത്തതുകൊണ്ട് കൂടിയാണെന്ന്. അടിമയാണെങ്കിൽ മുതലാളി പറയുന്നതേ ഞാൻ ചെയ്തിട്ടുള്ളൂ, അടിമയാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, അടിമത്വം നമുക്ക് കേൾക്കുമ്പോൾ മോശമായിട്ട് തോന്നുമെങ്കിലും അടിമയായിട്ടിരിക്കുന്നതിന് ഇങ്ങനെ ചെറിയ ചില ഗുണങ്ങളും ഉണ്ട്. അപ്പം നമുക്ക് നമ്മുടെ കൺട്രോളിലല്ല ഇതൊന്നും. വേറൊരു കക്ഷി ഇരുന്ന് ഇതൊക്കെ ചെയ്യുകയാണെന്ന് തീരുമാനിച്ചാൽ നമുക്ക് ഉത്തരവാദിത്വം കുറയും. പക്ഷേ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഡീൽ ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. മറ്റേത് അറ്റ്ലീസ്റ്റ് മുതലാളി ഒരു റിയൽ സംഗതിയാണ്. ഇത് ഇല്ലാത്തൊരു വസ്തുവിൽ നിങ്ങൾ ഉത്തരവാദിത്വം ആരോപിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കൺട്രോൾ ഉപയോഗിക്കാൻ പറ്റില്ല. ബട്ട് കൺട്രോൾ കംസ് വിത്ത്, സ്പൈഡർമാൻ പറഞ്ഞാലാണ് വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. ഉപയോഗിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി നമുക്ക് വരും. അത് ഒഴിവാക്കാനാണ് പല ആൾക്കാർ ഇത് പറയുന്നത്. ഇപ്പം ഇത്രയും നേരം നമ്മൾ ഈ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ വിശ്വാസം, ഫെയ്ത്ത്, ഇതിനെ പറ്റിയൊക്കെ സംസാരിച്ചപ്പം ഇപ്പം എല്ലാവരും, ഞാൻ ആദ്യം തുടങ്ങിയ ആ ടോപ്പിക്കിൽ സംസാരിച്ചതാണ്, ഇന്നൊരു വിശ്വാസിയുടെ അടുത്ത് സംസാരിക്കുകയാണെങ്കിൽ ഈ ബിഗ് ബാങ് തിയറിക്ക് മുന്നേ ഇതൊക്കെ ഉണ്ടാക്കിയത് ദൈവമാണെന്ന് പറയുന്നത്. സോ ബേസിക്കലി വാട്ട് ഈസ് ബിഗ് ബാങ് തിയറി? ഇപ്പം നമുക്ക് കുറച്ച് തിയററ്റിക്കലി ആയിട്ട് ഇനി അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാം. തിയറിയിലോട്ട് അതെ, ഇത് കുറച്ച് പാടുപെടുന്നു. അപ്പോൾ ഈ തിയററ്റിക്കലി ആയിട്ട് അപ്പം ബിഗ് ബാങ് തിയറി എങ്ങനെയാണ് ആക്ച്വലി ഹാപ്പൻ ചെയ്തത്? അതിന് മുന്നേ ഭൂമി എങ്ങനെയായിരുന്നു? ഇതിനകത്ത് കുറേയേറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ബിഗ് ബാങ് തിയറി എന്ന് വെച്ചാൽ, യൂണിവേഴ്സ് എങ്ങനെ ഉണ്ടായി എന്നതിന് നമുക്കുള്ള ഉത്തരവാണ്. ബിഗ് ബാങ് എന്ന് പറയുന്നത് ഒരു തമാശ പേരാണ്. അതായത് ബിഗ് ബാങ് എന്ന് പറയുന്ന ആശയത്തോട് വിയോജിപ്പുള്ള ഒരു സയൻറ്റിസ്റ്റ് ആ വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ ഉപയോഗിച്ച വാക്കാണ് ബിഗ് ബാങ്. എന്ന് വെച്ചാൽ അതിനു മുമ്പ് നമ്മൾ കരുതുന്നത് പ്രപഞ്ചം എല്ലാ കാലത്തും ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ്. സ്റ്റഡി സ്റ്റേറ്റ് യൂണിവേഴ്സ് എന്നാണ് വിളിക്കുന്നത്. പ്രപഞ്ചത്തിന് തുടക്കമില്ല, അനാദി എന്നാണ്, തുടക്കമില്ലാതെ. അപ്പം അങ്ങനെ എല്ലാ കാലത്തും പ്രപഞ്ചം ഇവിടെ ഉണ്ടായിരുന്നു, ഇനി അങ്ങനെ ഉണ്ടാവും. സ്റ്റഡി സ്റ്റേറ്റ് സിദ്ധാന്തത്തിന് ഒരുപാട് ആ സമയത്ത് വക്താക്കളുണ്ടായിരുന്നു. ആൾട്ടർനേറ്റ് ആയിട്ടുള്ള പ്രപഞ്ചം എടുത്ത് തുടങ്ങിയതാണെന്ന് കരുതുന്ന ആളുകളും ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കാലത്ത് നമുക്കിത് രണ്ടിനുള്ള തെളിവുകൾ പരിമിതമാണ്. അപ്പോൾ തുടക്കത്തിൽ ഈ കുറേയേറെ തിയററ്റിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. പ്രപഞ്ചത്തിൻ്റെ മാറ്റർ എങ്ങനെയാണ് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്, മാറ്ററിൻ്റെ
ബേസിക് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ, ആറ്റങ്ങളും സബ് ആറ്റമിക് കണികകളും, ഇതൊക്കെ പരസ്പരം എങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യുന്നത്, ഇത് ഏതൊക്കെ രൂപത്തിലാണ് ഇന്നത്തെ കാലത്തിലേക്ക് വന്നത്, ഈ രൂപത്തിലേക്ക് വന്നത്, ഇങ്ങനെയൊക്കെയുള്ള കുറേയേറെ പഠനങ്ങളും, അതേസമയം യൂണിവേഴ്സിൽ നമ്മൾ ടെലിസ്കോപ്പിൽ കൂടെയൊക്കെ നോക്കുകയും അങ്ങനെയുള്ള ഡേറ്റയൊക്കെ എടുക്കുമ്പോൾ ഒബ്സർവേഷനോടെ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ സ്പേസിനെയും ടൈമിനെയും സംബന്ധിച്ചിട്ടുള്ള തിയറീസ് വരുമ്പോൾ, പ്രത്യേകിച്ച് അതിനകത്ത് ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റിയൊക്കെ വന്നതിന് ശേഷം തിയറട്ടിക്കലായിട്ട് യൂണിവേഴ്സ് എങ്ങനെയാണ് എന്ന പഠനം യൂണിവേഴ്സിനൊരു തുടക്കമുണ്ട് എന്നൊരു സൂചനയിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയായിരുന്നു എന്നുള്ള ഉത്തരമായിട്ട് വന്നൊരു ഐഡിയയാണ് ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യൂണിവേഴ്സ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാ ഗാലക്സികളും ഇങ്ങനെ അകന്നകന്ന് പോകുന്നു, പരസ്പരം ഡിസ്റ്റൻസ് കൂടി വരികയാണ്. അപ്പോൾ യൂണിവേഴ്സ് മുമ്പോട്ട് പോകുമ്പോൾ വികസിക്കുകയാണെങ്കിൽ പിന്നോട്ട് എങ്ങനെ ആയിരുന്നിരിക്കണം? നമ്മളൊരു വീഡിയോ നോക്കുമ്പം പൊങ്ങോട്ട് വീഡിയോ റിവേഴ്സിൽ പ്ലേ ചെയ്താൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ട് തിരിച്ചു വരും. അപ്പോൾ അത് എവിടെ വരെ പോകും? ഇതെല്ലാം ചേർന്ന് ഒറ്റ പോയിന്റിലേക്ക് എത്തുന്ന ഒരു പൊസിഷനിലെത്തും. അപ്പോൾ അങ്ങനെ എത്തുമ്പോൾ അതിനകത്ത് ഒരുപാട് ഘടകങ്ങൾ പരിഗണിക്കണം. ഈ യൂണിവേഴ്സിൽ മൊത്തം സ്പ്രെഡ് ചെയ്ത് നടക്കുന്ന മുഴുവൻ മാറ്ററും ഒരു പോയിന്റിൽ വരണം. അപ്പോൾ അവിടുത്തെ എനർജി അത്രയും കൂടുതലായിരിക്കും, അത്രയും ഹോട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഹോട്ട് ഡെൻസ് സിംഗിൾ പോയിന്റിൽ നിന്നും യൂണിവേഴ്സ് തുടങ്ങി എന്ന് വിശ്വസിക്കാനുള്ള കാരണങ്ങൾ തിയറട്ടിക്കലി ഉണ്ട്, ഒബ്സർവേഷണലി ഉണ്ട്. പക്ഷേ ഇത് ആദ്യം അത്ര സ്റ്റഡി സ്റ്റേറ്റിൻ്റെ വക്താക്കൾക്ക്, പ്രത്യേകിച്ച് ഫ്രെഡ് ഹോയിൽ എന്ന് പറഞ്ഞാൽ സ്റ്റഡി സ്റ്റേറ്റ് തിയറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താക്കളിൽ ഒരാൾ, അദ്ദേഹം ഒരു BBC ഇൻ്റർവ്യൂവിൽ ഈ ഐഡിയയെക്കുറിച്ച് ചോദിച്ചു. ഇൻ്റർവ്യൂവർ ഇങ്ങനെ ഒരു സിദ്ധാന്തം, അപ്പോൾ പുള്ളി പറഞ്ഞു, ഐ ഡോണ്ട് തിങ്ക് സച്ച് എ ബിഗ് ബാങ് ക്യാൻ ബി ആൻ എക്സ്പ്ലനേഷൻ ഫോർ ദി ഒറിജിൻ ഓഫ് യൂണിവേഴ്സ്. അങ്ങനെ ഒരു പൊട്ടിത്തെറിയോട് യൂണിവേഴ്സ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹമാണ് ഈ ബിഗ് ബാങ് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചത്. ശരിക്കും ബിഗ് ബാങ് തിയറിയിൽ അങ്ങനെ ഒരു പൊട്ടിത്തെറിയില്ല. ഇറ്റ്സ് നോട്ട് എ ബാങ്, ഇറ്റ്സ് എൻ എക്സ്പാൻഷൻ. ഓക്കെ, അതാണ് ഇന്ന് നമ്മുടെ യൂണിവേഴ്സിനെ കുറിച്ച്. പക്ഷേ പിന്നീട് ഫ്രെഡ് ഹോയിലിനൊക്കെ ശേഷം ഇതൊക്കെ സംഭവിക്കുന്നത് 40s 50s അതിനുശേഷം നമുക്ക് ഒരുപാട് ഒബ്സർവേഷണൽ എവിഡൻസ് പുതിയതായിട്ട് വന്നു. യൂണിവേഴ്സ് ഹാഡ് എ ബിഗിനിങ് എന്നതിന് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ തിയറിയിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നതും അങ്ങനെ തന്നെയാണ്. ഇറ്റ് സ്റ്റാർട്ടഡ് ഫ്രം എ പോയിന്റ്. പക്ഷെ അതിന് മുമ്പ് എന്ന ചോദ്യത്തിന് നിലവിൽ നമുക്ക് ഉത്തരവില്ല. കാരണം ബിഗ് ബാങ് പറയുന്നത് പ്രപഞ്ചം എന്തുകൊണ്ടുണ്ടായിരുന്നോ എവിടെ നിന്നുണ്ടായിരുന്നോ അല്ല, എങ്ങനെ ഉണ്ടായിരുന്നു, ഹൗ. അപ്പോൾ അതുപോലെ നമ്മൾ ഇന്ന് ടൈമിനെ മനസ്സിലാക്കുന്നത് സ്പേസിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. അല്ലെങ്കിൽ സ്പേസ് ടൈം എന്ന് പറഞ്ഞൊരു സംഗതിയാണ് ഉള്ളത്. അതിൻ്റെ ഒരു പാർട്ടാണ് സ്പേസ്, വേറൊരു പാർട്ട് ടൈമാണ്. അപ്പം ബിഗ് ബാങ്ങിലൂടെ ഉണ്ടാകുന്നത് സ്പേസ് ടൈമാണ്, ടൈമും അവിടെ നിന്ന് ഉണ്ടാകുന്നതേ ഉള്ളൂ. ടൈം ഇല്ലാത്തടത്ത് അതിന് മുമ്പ് എന്ന് ചോദിക്കാൻ പറ്റുമോ? കാരണം മുമ്പ്, ശേഷം, അപ്പോൾ, പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ ഇത് പറയണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടൊരു ടൈം വേണം. ടൈം തുടങ്ങുന്നിടത്ത്, ഇപ്പോൾ സിമ്പിൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു മാഗ്നറ്റിക് കോമറ്റ് മിസ്റ്റർ ബീൻസ് ഹോളിഡേയിൽ കാണിക്കുന്നല്ലോ, പുള്ളി വടക്ക് നോക്കി യന്ത്രം വെച്ച് ഇങ്ങനെ നടന്നു പോവുകയാണ്. നോർത്ത് പോയിന്റ് ചെയ്യുന്ന കോമ്പസ് സൂചിയെ നിങ്ങൾ ഫോളോ ചെയ്യാണ്. നിങ്ങൾ എവിടെ വരെ പോകും? നോർത്ത് പോളിൽ പോകും. അവിടെ വന്നിട്ട് ഇതെങ്ങോട്ട് പോയിന്റ് ചെയ്യും? വേർ ഇസ് നോർത്ത് എന്ന ചോദ്യത്തിന് ഭൂമിയിൽ ഒരു സ്ഥലത്ത് മീനിങ് ഇല്ല. എവിടെയാണ്? നോർത്ത് പോളിൽ മീനിങ് ഇല്ല. ആ ഒരൊറ്റ പോയിന്റിൽ ആ ക്വസ്റ്റ്യൻ മീനിങ്ലെസ് ആവും. അപ്പോൾ അതുപോലെയാണ് മുമ്പ്, ശേഷം. മുമ്പ് എന്ന ചോദ്യം ഇറലവൻ്റ് ആണ്, അല്ലെങ്കിൽ മീനിങ്ലെസ് ആവുന്നത് ഒറിജിൻ ഓഫ് ടൈമിലാണ്. അത് നമ്മളിന്ന് മനസ്സിലാക്കുന്നത് ബിഗ് ബാങ് ആണ്. ബിഗ് ബാങ്ങിന് മുമ്പ് എന്ന ചോദ്യത്തിന് അതുകൊണ്ട് തന്നെ അങ്ങനൊരു മീനിങ്ലെസ്നെസ്സും ഉണ്ട്. പക്ഷേ അതങ്ങനെ അല്ല എന്നും അതിന് മുൻപ് യൂണിവേഴ്സിന് മറ്റൊരവസ്ഥ ഉണ്ടായിരുന്നിരിക്കാമെന്നും, പക്ഷേ യൂണിവേഴ്സ് മുഴുവൻ അവിടുന്ന് തുടങ്ങുന്നുള്ളതുകൊണ്ട് ഇപ്പോഴത്തെ നമ്മുടെ ഹ്യൂമൻ ആക്സസിബിളായിട്ടുള്ള ഒരു ഡേറ്റയും വെച്ച് അതിന് മുമ്പ് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആ ചോദ്യം വളരെ സേഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നോ വൺ നോസ് ദ ആൻസർ. ബിഗ് ബാങ്ങിന് മുമ്പ് എന്തായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയില്ല. പക്ഷെ ബിഗ് ബാങ് എന്തായിരുന്നു എന്നും ഇന്ന് യൂണിവേഴ്സ് എങ്ങനെ വന്നു എന്നുള്ളതും നമുക്ക് അത്യാവശ്യം നന്നായിട്ട് അറിയാം. അതില്ലാത്തൊരു പ്രശ്നമുണ്ട്. അതായത് അത് നത്തിങ് ആണെന്ന് നമുക്കറിയില്ല. ഒന്ന്, ഇപ്പം നമ്മൾ സ്പേസിലൊന്നും ഇല്ലെന്ന് പറയത്തില്ലേ, വാക്വം. ഫിസിക്സിൻ്റെ കണ്ണിൽ അത് നത്തിങ് അല്ല. അവിടെ അതിനകത്ത് ക്വാണ്ടം ഫ്ലക്ച്വേഷൻസ് എന്നൊക്കെ പറയുന്ന ഒരുപാട് പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ട്രൂ സെൻസിൽ വാക്വം അല്ല, അതെല്ലാം ഫാൾസ് വാക്വം ആണ്. തിയറട്ടിക്കലി ട്രൂ വാക്വം നമ്മളെങ്ങും ഒബ്സർവ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ബിഗ് ബാങ് എന്ന് പറയുന്നത് സംതിങ് ഫ്രം നത്തിങ് എന്നല്ല. There was always something. ഇപ്പം ഭൂമി ഉണ്ടാവുന്നു, അതിനുശേഷം ജീവജാലങ്ങൾ ഉണ്ടാവുന്നു. ഈ ഭൂമി എങ്ങനെ ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഭൂമി ഉണ്ടാകുന്നത് ബിഗ് ബാങ് കഴിഞ്ഞിട്ട് പിന്നെയും 10,000 കോടി വർഷങ്ങൾക്ക് ശേഷമാണ്. ഈ ബിഗ് ബാങ്ങിൻ്റെ ടൈം ലൈൻ നമ്മളിന്ന് മനസ്സിലാക്കുന്നത് 13.8 ബില്യൺ ഇയേഴ്സ് ആണ്. 13.8 ബില്യൺ. ഭൂമിയുടെ പഴക്കം 5 ബില്യൺ ഇയേഴ്സേ ആയിട്ടുള്ളൂ.
അറൗണ്ട് 4.56 ബില്യൺ ആയിട്ടുള്ളൂ. ഭൂമിയൊക്കെ ലേറ്റ് എൻട്രി ആണ് യൂണിവേഴ്സിൽ. സോ അതൊക്കെ അതായത് പിന്നീട് ഈ ഒരുപാട് മഴ പെയ്യുന്നു, കടൽ മഴയൊക്കെ അതിനും എത്രയോ ശേഷം ആണ്. സോ ഇറ്റ് ലൈക്ക് എ ലോങ് പ്രോസസ് അല്ലേ? വെരി ലോങ് പ്രോസസ്. 1380 കോടി വർഷങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചത്തിൻ്റെ പ്രായം എന്നത്. 1380 കോടി എന്ന് പറയുമ്പോൾ പോലും നമ്മൾ മനസ്സിൽ ഈ നമ്പർ ശ്രദ്ധിക്കില്ല. നമ്മൾ കുറേ എന്നേ മനസ്സിലാകും. 1 കോടി വരെ എണ്ണാൻ എത്ര സമയം എടുക്കും? അത്യാവശ്യം എന്നാലും ഒന്ന് ഗസ് ചെയ്യൂ, എത്ര സമയം എടുക്കും? ഒരു മണിക്കൂർ. 1 മണിക്കൂർ. ഷുവർ? ആർ യു ഷുവർ? ഐ ഡോണ്ട് നോ. ഓക്കെ, എന്നാലും ഏതാണ്ട് വലിയ വ്യത്യാസം, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയാലും കുഴപ്പമില്ല. 1 മണിക്കൂർ. ഓക്കെ, ഞാൻ ഒരു കണക്ക് പറയാം. 1 കോടി വരെ എണ്ണാൻ ഒരു നമ്പർ 1 സെക്കൻഡിൽ എണ്ണെന്ന് വെച്ചു. 1, 2, 3 ഇങ്ങനെ എണ്ണിയാൽ 1 കോടി വരെ എണ്ണാൻ 1 കോടി സെക്കൻഡ് വേണം. 1 കോടി സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1 കോടി ഡിവൈഡ് ബൈ 60 മിനിറ്റ്സ് ആണല്ലോ. ക്ലിയർ ആണല്ലോ? അത്രയും മിനിറ്റ്സിനെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എത്ര മണിക്കൂറാണെന്ന് കിട്ടും. ക്ലിയർ? നിങ്ങൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ മനസ്സിലാവും. 3.5 മാസം എടുക്കും. 3.5 മാസം കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ കൂട്ടി നോക്കും. 1 കോടി വരെ 1 സെക്കൻഡിൽ ഒരു നമ്പർ വെച്ച് എണ്ണിയാൽ നിർത്താതെ, വെള്ളം കുടിക്കാതെ, ഭക്ഷണം കഴിക്കാതെ, ഉറങ്ങാതെ എണ്ണിയാൽ 1 കോടി സെക്കൻഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഈക്വലൻ ടു 3.38 ഓർ സംതിങ് മന്ത്സ്. ഓക്കെ, അത്രയും വലിയ പീരീഡാണത്. ഇതിൽ 1 സെക്കൻഡിൽ ഒരു നമ്പർ എന്ന് വെച്ചാൽ ആദ്യമൊക്കെ എണ്ണാൻ പറ്റും. 12,36,521 എന്ന് പറയുമ്പോൾ തന്നെ 3-4 സെക്കൻഡ് ആവും. ഓക്കെ, അപ്പം പ്രാക്ടിക്കലി ആ സമയം അതിലും കൂടും. അപ്പോഴാണ് പ്രപഞ്ചത്തിൻ്റെ പ്രായം നമ്മൾ 1380 കോടി വർഷം എന്ന് പറയുന്നത്. കയ്യിലില്ലാത്ത നമ്പറാണ് ഇത്. നമ്മൾ തിയററ്റിക്കലി ഒരാളിൽ നിന്ന് എണ്ണി എടുക്കുന്നതല്ലോ, ഒരു കാൽക്കുലേഷൻ റിസൾട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇറ്റ്സ് എ ഹ്യൂജ് സ്പാൻ ഓഫ് ടൈം. ഇപ്പം ഭൂമി ഉണ്ടായി, ജീവജാലങ്ങളുണ്ടായി, അതിനുശേഷമാണ് സമയം എന്ന് പറയുന്ന ഒരു സാധനം. അല്ലല്ല, സമയം പ്രപഞ്ചത്തോടൊപ്പമാണ് സമയം ഉണ്ടായത്. അപ്പോൾ വാട്ട് ഇസ് ടൈം? ഹൗ ഡിഡ് ദാറ്റ് ഹാപ്പൻ? അല്ലാതെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ടൈം ഈസ് വൺ ഫണ്ടമെൻ്റൽ ആസ്പെക്ട് ഓഫ് യൂണിവേഴ്സ്. പ്രപഞ്ചം എന്ന് പറഞ്ഞ സംഗതി ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ, എൻറ്റിറ്റി, സത്ത, അതിൻ്റെ ഒരു പാർട്ടാണ് ടൈം. ഓക്കെ, നമ്മൾ മനുഷ്യർ ടൈം എന്നുകൊണ്ട് പൊതുവെ ഉദ്ദേശിക്കുന്നത് പാസേജ് ഓഫ് ടൈം, മെഷർമെൻറ്റ് ഓഫ് എ പാസേജ് ഓഫ് ടൈം. സമയം ഇങ്ങനെ കടന്നു പോകുന്നതിൻ്റെ മെഷർമെൻറ്റാണ് നമ്മൾ അരമണിക്കൂർ എന്ന് നമ്മൾ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഒരു സ്പാൻ ഓഫ് ടൈമാണ്. പക്ഷെ ടൈം ആസ് സച്ച് എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റിയാണ്. ആ ക്വാണ്ടിറ്റി ഇപ്പോൾ ഫിസിക്സിലൊക്കെ നമ്മൾ ഇക്വേഷനിൽ എഴുതും. V = U + AT. അതിൽ T എന്ന് പറഞ്ഞാൽ ടൈമാണ്. ഓക്കെ, പക്ഷെ അത് തിയററ്റിക്കലി നമ്മൾ ടൈമിന് ഒരു ക്വാണ്ടിറ്റി ആയിട്ട് മെഷർ ചെയ്യുന്നതാണ്. പക്ഷെ നമ്മൾ ഡീൽ ചെയ്യുന്നത് ഇറ്റ്സ് ആക്ച്വലി നമ്മളുടെ ലൈഫ് ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടൈമിൻ്റെ ഫ്ലോ മെഷർ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ക്ലോക്കും കലണ്ടറും അങ്ങനെയുള്ള സിസ്റ്റങ്ങളെല്ലാം ഉണ്ടാകും. മനുഷ്യൻ്റെ സോഷ്യൽ ലൈഫ്, മനുഷ്യൻ ആസ് എൻ ആനിമൽ, അവൻ്റെ ലൈഫ് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തിയ ഒരു ടെക്നിക്കാണ്. ഇത് രണ്ടും 2 കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ടൈം എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ഓഫ് സയൻസ് എന്നേ നമുക്ക് നേച്ചർ എന്നേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ടൈം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് മനസ്സിലാവാത്തതും എന്നാൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ടോപ്പിക്കാണ് ടൈം ഡൈലേഷൻ എന്ന് പറയുന്നത്. ഇപ്പം കറക്റ്റ് ഇപ്പം അതിൻ്റെ ഒരു എന്താണ് ഏതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ ഒരുപാട് ഈ സമയവ്യതിയാനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ചെറിയ ചെറിയ മില്ലി സെക്കൻഡ്സിൽ വരെ ഇത് വരുമ്പോൾ നമ്മുടെ മൊത്തത്തിൽ ഈ ഭൂമിയുടെ കൺട്രോളും ഇതെല്ലാം മാറിപ്പോവും. ഈവൻ ദോ GPS പോലും നമ്മൾ രണ്ട് സ്ഥലത്ത് കാണപ്പെടും എന്നൊക്കെ പറയുന്നുണ്ട്. സോ ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്, വാട്ട് ഇസ് ടൈം ഡൈലേഷൻ ആൻഡ് ഇപ്പം അതൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? ഇപ്പോൾ പറഞ്ഞതിൽ ടൈം ഡൈലേഷനെ കുറിച്ചിട്ടുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. ടൈം ഡൈലേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ടൈമിൽ 1 സെക്കൻഡിൻ്റെ വ്യത്യാസം വരുന്നതൊന്നുമല്ല. ഓക്കെ, ടൈമിൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ടൈം കീപ്പിംഗ് എന്ന് പറയുന്നൊരു ഐഡിയ ഉണ്ട്. അതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ടൈം. 12 മണി, അരമണിക്കൂർ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ടൈം കീപ്പിംഗ് ആണ്. ഫിസിക്സിലെ ടൈം എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റിയാണ്. അതായത് നമ്മൾ വെയിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ക്വാണ്ടിറ്റിയിൽ അതുപോലെ ഒരു ക്വാണ്ടിറ്റിയാണ് ടൈം. അതാണ് ഡൈലേഷനിൽ വരുന്നത്. ആ ഡൈലേഷൻ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പം സ്പേസിനൊരു അളവുണ്ടല്ലോ. ഇപ്പം ഇവിടെ നിന്ന് ഇത്ര ദൂരം, ഇതൊരളവാണ്, മെഷർമെൻറ്റ് ഓഫ് സ്പേസ് ആണ്. ഇപ്പോൾ ഈ 2 ക്ലാപ്സിനിടയിൽ എത്ര സമയമുണ്ട്, ഇതൊരു മെഷർമെൻ്റ് ആണ്. വി ആർ മെഷറിങ് ടൈം. ടൈം എന്ന് പറഞ്ഞൊരു ക്വാണ്ടിറ്റി ആയിട്ട് അറിവാണ്, അളവാണ്, മെഷർമെൻ്റാണ് ആ സമയത്ത് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ക്ലോക്ക് എന്താ ചെയ്യുന്നത്? ക്ലോക്ക് ഇതുപോലെ ടൈം എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയുടെ പാസേജാണ് അളക്കുന്നത്. ഇത്
ഇപ്പം നമ്മൾ കരുതുന്ന ക്ലോക്ക് എവിടെ ഇരുന്നാലും ക്ലോക്ക് ഇതുപോലെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ അസ്യൂം ചെയ്യും. അല്ല, ഈ ക്ലോക്ക് നമ്മളെ ബേസ് ചെയ്തിട്ട് നോക്കും. നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ക്ലോക്ക് ഒരു 10,000 km/s പാഞ്ഞു പോവുകയാണ്. എന്നിട്ട് ബൈ സം ഹൗ ആ ക്ലോക്ക് അതിൻ്റെ ടൈം എനിക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പാസ് ചെയ്ത് പോകുന്ന ക്ലോക്കിൻ്റെ ടൈം എൻ്റെ ക്ലോക്കിൻ്റെ ടൈമും തമ്മിൽ മിസ്മാച്ച് ഉണ്ടാവും. എ മൂവിങ് ക്ലോക്ക് ടിക്സ് സ്ലോവർ. പതുക്കെ അതിലൊരു സെക്കൻഡ് ആവുള്ളൂ. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് നമ്മളൊരു തോട്ട് എക്സ്പെരിമെൻ്റ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ജനിച്ച ഒരു ഐഡൻറ്റിക്കൽ ട്വിൻസ് ഉണ്ട്, 2 പേരുണ്ട്. അതിലൊരാൾ സ്പേസ് ട്രാവലിന് 5 കൊല്ലം കഴിയുമ്പോൾ സ്പേസ് ട്രാവലിന് പോയ ആളിന് 5 വയസ്സ് കൂടില്ല. ഇവിടെ ഇരിക്കുന്ന ആളിന് 5 വയസ്സ് കൂടുമ്പോൾ അയാൾ കുറച്ചേ ഏജ് ആവുള്ളൂ. ആസ്ട്രോനോട്ട്സിൻ്റെ പ്രായം അതുകൊണ്ട് തന്നെ കുറയും, പ്രായമാകുന്നതിൻ്റെ റേറ്റ് കുറയും. 2 കാരണങ്ങൾ കൊണ്ടാണ് ഈ വ്യത്യാസം വരുന്നത്. ഒന്ന്, റിലേറ്റീവ് മോഷൻ. ഒരാളെ അപേക്ഷിച്ച് വേറൊരാൾ വളരെ വേഗത്തിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളിൻ്റെ ക്ലോക്ക് സ്ലോവറായിട്ടാണ് ഇപ്പുറത്തിരിക്കുന്ന ആൾ മെഷർ ചെയ്യുക. അയാൾ എൻ്റെ ക്ലോക്കാണ് നോക്കുന്നതെങ്കിൽ അയാൾക്ക് തോന്നുന്നത് എൻ്റെ ക്ലോക്കാണ് സ്ലോവർ. അതാണ് റിലേറ്റിവിറ്റി എന്നല്ലേ, റിലേറ്റീവാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ഗ്രാവിറ്റിയിലിരിക്കുന്ന ക്ലോക്കിന് കുറച്ചുകൂടെ പതുക്കെ ടിക്ക് ചെയ്യാൻ പറ്റും. ഗ്രാവിറ്റിയിൽ നിന്ന് വെളിയിൽ പോകുമ്പോൾ, അതായത് ഇപ്പോൾ നമ്മളെ ചുറ്റുന്ന ഭൂമിക്ക് മുകളിൽ, അന്തരീക്ഷത്തിന് മുകളിൽ നമ്മൾ വെച്ചിരിക്കുന്ന സാറ്റലൈറ്റുകളാണ് GPS സിസ്റ്റത്തിൻ്റെ കൺട്രോൾ. GPS ബേസ് ആ സാറ്റലൈറ്റുകളാണ്. ഈ സാറ്റലൈറ്റുകൾക്ക് അവിടെ വെറുതെ നിൽക്കാൻ പറ്റില്ല. 2 രീതിയിൽ സാറ്റലൈറ്റിലെ ടൈമിനെ ബാധിക്കും. ഒന്ന്, സാറ്റലൈറ്റ് അതിവേഗത്തിൽ ഭൂമിക്ക് ചുറ്റും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ മൂവിങ് ക്ലോക്ക് വിൽ ടിക്ക് സ്ലോവർ. അതേസമയം സാറ്റലൈറ്റ് എർത്തിൽ നിന്നും കുറേ ദൂരെയാണ് നമ്മളെ അപേക്ഷിച്ച്. അപ്പോൾ അത് ഗ്രാവിറ്റിയിൽ നിന്നും അകലെ ആയതുകൊണ്ട് തന്നെ ഈ ഇവിടെ ഇരിക്കുന്ന ക്ലോക്കിനെ അപേക്ഷിച്ച് അതൊരല്പം ഫാസ്റ്റ് ആവുകയും ചെയ്യും. ഈ 2 ഇഫക്റ്റും ഉണ്ട്. ഒന്നിനെ നമ്മൾ വിളിക്കുന്നത് ഗ്രാവിറ്റേഷണൽ ടൈം ഡൈലേഷൻ എന്നാണ്, ഈ ഗ്രാവിറ്റിയിൽ നിന്നുള്ള ഇവിടെ ഇൻഫ്ലുവൻസ് കാരണം. ഇത് കാരണം സാറ്റലൈറ്റിൽ നമ്മൾ ടൈം കറക്റ്റ് ചെയ്യണം. കാരണം ഇവിടുത്തെ ക്ലോക്കും അവിടുത്തെ ക്ലോക്കും ഒരുപോലെ റൺ ചെയ്തില്ലെങ്കിൽ കണക്കൂട്ടൽ തെറ്റും. നമ്മൾ സിങ്ക് ചെയ്തല്ലേ ചെയ്യും. ഇപ്പോൾ ഒരു മ്യൂസിക്കൽ കൺസേർട്ട് നടക്കുമ്പോൾ ഗിറ്റാറിസ്റ്റ് ഫോളോ ചെയ്യുന്ന അതേ ടൈം ആയിരിക്കണം വോക്കലിസ്റ്റും അല്ലെങ്കിൽ പിയാനോയിസ്റ്റും തബലിസ്റ്റും ഒക്കെ ഫോളോ ചെയ്യുന്നത്. 2 പേരും 2 ടൈം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ റിതം തെറ്റും, താളം മാറും. അപ്പോൾ ആ ഒരു താളത്തിലാണ് GPS വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ കറക്ഷൻ അവിടെ നടത്തിയില്ലെങ്കിൽ, അവരുടെയും സാറ്റലൈറ്റിലെയും ഭൂമിയിലെയും ക്ലോക്ക് 2 സ്പീഡിലാണ് ടിക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യം സാറ്റലൈറ്റിൻ്റെ പ്രോഗ്രാമിങ്ങിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ GPS-ന് കൃത്യത നഷ്ടപ്പെടും. GPS പാലാരി വട്ടത്താണെന്ന് പറയും, ആക്ച്വലി നിങ്ങൾ നിൽക്കുന്നത് ചിലപ്പോൾ ഇടപ്പള്ളിയിലായിരിക്കും. അങ്ങനത്തെ എറർ അവിടെ വരും. ഇതാണ് ടൈം ഡൈലേഷൻ. നേരത്തെ പറഞ്ഞ ഇപ്പോൾ 1 സെക്കൻഡ് കൂടുന്നു എന്ന് പറയുന്നത് ടൈം കീപ്പിങ്ങിലെ വിഷയമാണ്. അതായത് നമ്മൾ മനുഷ്യൻ എങ്ങനെയാണ് സമയം മെഷർ ചെയ്യുന്നത്? നമുക്ക് നേരിട്ട് സമയം പോകുന്നത് കാണാൻ പറ്റില്ലല്ലോ മെഷർ ചെയ്യാൻ. നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന മോഷൻസിനെയാണ് പൊതുവെ നമ്മൾ ടെക്നിക്കായിട്ട് ഉപയോഗിക്കും. ഉദാഹരണത്തിന് ഒരു പെൻഡുലം ഇങ്ങനെ ആട്ടി വിട്ട് കഴിഞ്ഞാൽ അത് ഒരേ വേഗത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്, ഒരേ ഇൻ്റർവെൽ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അത് നമുക്ക് ടൈം മെഷർമെൻറ്റിന് ഉപയോഗിക്കാം. അത് എത്ര തവണ പെൻഡുലം ക്ലോക്കുകൾ വരുന്നത് അങ്ങനെയാണ്. പിന്നെ ഇന്നെന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് ഉള്ളതുകൊണ്ട് വേറെ ഒരുപാട് ടെക്നിക്കുകളുണ്ട്. ഇപ്പോൾ ഒരു ക്രിസ്റ്റൽ, സാധാരണ ഒരു ക്രിസ്റ്റലിൽ കുറച്ച് ഇലക്ട്രിക് പൾസ് കൊടുത്താൽ അതിരുന്ന് വൈബ്രേറ്റ് ചെയ്യും. ആ വൈബ്രേഷൻ ഒരു സ്പീഡുണ്ട്, ഒരു ഫ്രീക്വൻസി ഉണ്ട്, അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇപ്പോൾ ക്വാർട്സ് എന്ന് പറയുന്ന മെറ്റീരിയലൊക്കെ ഭയങ്കര സ്റ്റഡി ആയിട്ട്, അതുകൊണ്ട് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ടൈം ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ വൈബ്രേഷൻ്റെ റിപ്പറ്റിഷൻ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പല ടെക്നിക്ക് വെച്ചാണ് നമ്മൾ ടൈം കീപ്പിംഗ് ഉണ്ടാക്കുന്നത്. പക്ഷേ മനുഷ്യർ തുടർച്ചയായിട്ട് പണ്ട് മുതലേ ഏറ്റവും ഉപയോഗിക്കുന്ന ബേസിക്, അതായത് എല്ലാവർക്കും കാണാൻ കഴിയുന്ന കുറേ റെപ്പറ്റീഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? ഭൂമി കറങ്ങുന്നതുകൊണ്ട് രാത്രിയും പകലും ഉണ്ടാവും, അത് ആവർത്തിച്ച് വരും. ഈ ഭൂമിക്ക് മുകളിൽ പോയി കഴിഞ്ഞാൽ ചന്ദ്രൻ ഇങ്ങനെ നക്ഷത്രങ്ങളെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ പൊസിഷൻ മാറും, ചന്ദ്രൻ്റെ ഫേസസ് മാറുന്നുണ്ട്. അപ്പം നേച്ചറിൽ തന്നെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഒരേ ഇൻ്റർവൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യൻ ടൈം കീപ്പിംഗ് ആദ്യം ഉപയോഗിച്ച് തുടങ്ങുന്നത്. നമ്മുടെ ബേസിക് 3 യൂണിറ്റ്സ് ഓഫ് ടൈം ആലോചിച്ച് നോക്കും. ഏതൊക്കെയാണ്? ഡേ സ്റ്റാൻഡ്സ് ഫോർ ഒരു റൊട്ടേഷൻ ഓഫ് എർത്താണ്. 2 എന്ന് പറയുന്നത് മന്താണ്. മന്ത് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ഫുൾ റെവല്യൂഷൻ ഓഫ് മൂണാണ്. മന്ത് എന്ന് പറഞ്ഞ വാക്ക് വരുന്നതും മൂൺ എന്ന് പറഞ്ഞ വാക്ക് വരുന്നതും മെൻസസ് എന്ന് പറഞ്ഞ വാക്ക് വരുന്നതും ഒക്കെ ഒരേ റൂട്ടിൽ നിന്നാണ്. അതെല്ലാം ഒരു ടൈം പീരീഡാണ്. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട റെപ്പറ്റീഷൻ നമ്മൾ സമയത്തിന് ഉപയോഗിക്കുന്നുണ്ടാണ്. ഇത് കുറേ കാലം നമ്മൾ വളരെ പെർഫെക്റ്റായിട്ട് ഉപയോഗിച്ചുകൊണ്ട് വന്നു. പെർഫെക്റ്റ് എന്ന് വിളിക്കാൻ പറ്റില്ല, ഇംപെർഫെക്ഷൻസ് ഒരുപാടുണ്ട്. കാരണം നമ്മൾ ഭൂമി ഇങ്ങനെ കറങ്ങുന്ന ഒരു ദിവസം എന്ന് വിളിച്ചു, ഭൂമി സൂര്യന് ചുറ്റും ഒരു തവണ കറങ്ങി വരുന്നതിന് 1 വർഷം എന്നെടുത്തു. ഈ 3 സമയങ്ങളിൽ ഇതിൽ ഭൂമി കറങ്ങുന്നത് വെച്ചിട്ടാണ് നമ്മൾ കലണ്ടർ ഉണ്ടാക്കുന്നതെങ്കിൽ ഭൂമി ഒരു തവണ കറങ്ങുന്നതിന് 1 ദിവസം എന്ന് വിളിച്ചു. ഭൂമി സൂര്യന് ചുറ്റും ഒരു തവണ കറങ്ങി വരുന്നതിന് 1 വർഷം എന്ന് വിളിച്ചു.
ഓക്കെ. അപ്പോൾ ഒരു വർഷത്തിന് നമ്മളൊരു കലണ്ടർ ഉണ്ടാക്കിയെന്ന് വെച്ചു. ഈ ഭൂമി ഇങ്ങനെ കറക്റ്റ് 365 തവണ കറങ്ങുമ്പോഴല്ല ഒരു വർഷമാവുന്നത്. അല്ലെങ്കിൽ ഭൂമി സൂര്യന് ചുറ്റും പോയി പഴയ സ്ഥാനത്ത് തിരിച്ചു വരുമ്പം 365 തവണ മാത്രമല്ല കറങ്ങുന്നത്, ഒരു കാൽ കറക്കം കൂടെ ഉണ്ട്. ഈ കാൽ കറക്കം കലണ്ടറിൽ വെക്കാൻ പറ്റൂലല്ലോ. ഓക്കെ. അപ്പം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഈ കാലവിടെ ഇട്ടു. അതങ്ങ് അടുത്ത കാലും കൂടെ വരുമ്പോൾ അരയായല്ലോ, ഒരു കാലും കൂടെ കഴിയുമ്പോൾ മുക്കാലായല്ലോ, ഒരു കാലും കൂടെ ആകുമ്പോൾ ഒന്നാവും. അപ്പോൾ നമ്മൾ കലണ്ടറിൽ 366 ദിവസമാക്കി. ഓക്കെ, അങ്ങനെയാണ് ലീപ്പ് ഇയർ ഉണ്ടാക്കി. കോംപ്ലിക്കേഷൻ അവിടെ തീർന്നിട്ടില്ല. ഈ കാലെന്ന് പറയുന്നത് 0.25 ആണ് മാത്തമാറ്റിക്സിൽ. പക്ഷെ ഇത് 0.24 ഉള്ളൂ. അപ്പോൾ 4.24 ചേരുമ്പോഴത്തേക്ക് എത്രയായി? 0.96 ആവും, 1 ആവില്ല. അപ്പം നമ്മൾ 4 വർഷം കൂടുമ്പോൾ ഒരു ഡേ കലണ്ടറിൽ ആഡ് ചെയ്യുന്നത് ഓവർ കറക്ഷനാണ്. ഓക്കെ, ഇതെങ്ങനെ പരിഹരിക്കും? ഇത് പരിഹരിക്കാനുള്ള മാർഗം 400 വർഷം കൂടുമ്പം ഒരു ലീപ്പ് ഇയർ ഒഴിവാക്കും. 400 വർഷം കഴിയുമ്പോൾ അപ്പോൾ ഒരു ലീപ്പ് ഇയർ, അതായത് ഒരു വർഷത്തെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ലീപ്പ് ഇയർ ആണെന്നാണ് നമ്മൾ പൊതുവെ പറയുന്നത്. പക്ഷെ ആ വർഷത്തെ 400 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ലീപ്പ് ഇയർ അല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ 400 വർഷത്തിൽ ഒരിക്കലും ഒരു ലീപ്പ് ഇയർ ഒഴിവാക്കണം. ഇതെന്തിനാ? ടൈം കീപ്പിംഗ് ഈസി ആക്കാനാണ്. അതായത് കലണ്ടറിൽ സീസൺസ് ഔട്ടായി പോകും കുറേ കഴിയുമ്പോൾ. ഭൂമിയും സൂര്യനും തമ്മിലുള്ള മൂവ്മെൻറ്റ് അനുസരിച്ചിട്ടാണ് നമുക്ക് ഈ സീസൺസിൻ്റെ വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ കലണ്ടറിൽ ഇപ്പോൾ ജനുവരി മാസത്തിൽ വിൻ്റർ ആയിരിക്കും എന്ന് പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഇത് തമ്മിൽ സിങ്ക് ആയതുകൊണ്ടാണ്. പക്ഷേ ഇത്തരം വ്യത്യാസങ്ങൾ, ഇപ്പോൾ 1/2 ദിവസത്തിൻ്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ ഒരു നൂറ്റാണ്ട് കഴിയുമ്പോൾ അത് 1/2 ദിവസം അല്ലല്ലോ, 1/2 × 100 അത് 50 ദിവസത്തിൻ്റെ വ്യത്യാസം വരും. എന്ന് പറഞ്ഞാൽ 2 മാസം മാറും. അപ്പോൾ വിൻ്റർ ചിലപ്പോൾ ജനുവരിയിൽ വരില്ല. ഓക്കെ, പണ്ട് ഈസ്റ്റർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന കലണ്ടറിൽ ഇതുപോലെ പ്രശ്നം ഉണ്ടായിരുന്നു. ആ പ്രശ്നം ആരാണ് നോട്ട് ചെയ്തത്? പോപ്പ് ഗ്രിഗറിയാണ് നോട്ട് ചെയ്തത്. കാരണം ജൂലിയസ് സീസറിൻ്റെ കാലത്ത് തുടങ്ങിയ ജൂലിയൻ കലണ്ടറാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഗ്രിഗറി വന്നപ്പോഴത്തേക്കും ഈസ്റ്റർ വരുന്നത് നല്ല മഞ്ഞ് കാലത്താണ്. അങ്ങനെയല്ല ഈസ്റ്റർ വരേണ്ടത്. അപ്പോൾ കലണ്ടർ മിസ്മാച്ച് ഉണ്ടെന്ന് എഴുതിയിട്ട് പുള്ളി എന്ത് ചെയ്തു? കലണ്ടർ റിഫോം ചെയ്തു. അതിനാണ് കലണ്ടർ റിഫോർമേഷൻ. ഗ്രിഗോറിയൻ കലണ്ടർ എന്ന് പറഞ്ഞ പുതിയ കലണ്ടർ വരുന്നത് അങ്ങനെയാണ്. അപ്പം കുറേ 10-15 ദിവസം കളഞ്ഞു കലണ്ടറിൽ നിന്ന്. ഇപ്പം കുറേ വ്യത്യാസങ്ങൾ അങ്ങനെ വരുന്നത്. ഇത് കലണ്ടർ ഇതെന്തുകൊണ്ടാണ് നമ്മളുണ്ടാക്കി, നമ്മുടെ സിസ്റ്റം, നമ്മുടെ സോഷ്യൽ ലൈഫും നമ്മുടെ കൾച്ചറൽ ലൈഫുമായിട്ട് ഈ നേച്ചറുമായിട്ട് കണക്ട് ചെയ്ത് ഉണ്ടാക്കി വെച്ചേക്കുന്നത് സിങ്ക് അല്ലാതെ വരുമ്പം നമ്മൾ മനഃപൂർവ്വം ഇതിനെ മാറ്റണം. അത് അന്ന് 1-2 ദിവസങ്ങളുടെ കറക്ഷനാണ് നമുക്ക് പ്രധാനപ്പെട്ടത്. ഇന്ന് ഓരോ സെക്കൻഡും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഭൂമി കറങ്ങുന്നത് ഉൾപ്പെടെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതിന് ഇൻ്റർനാഷണൽ എർത്ത് റൊട്ടേഷൻസ് ആൻഡ് റെഫറൻസ് സിസ്റ്റം സർവീസ് എന്ന് പറഞ്ഞാൽ UN-ൻ്റെ കീഴിലൊരു ബോഡിയുണ്ട്. അവരുടെ പണി ഭൂമിയുടെ റൊട്ടേഷൻ നോക്കി കൂടിയിരിക്കുന്നു. അതിലെവിടെയെങ്കിലും ഒരു ഭൂകമ്പം ഉണ്ടാകുന്നതോ മഞ്ഞുരുകുന്നതോ ഒക്കെ ഭൂമിയുടെ കറക്കത്തിൻ്റെ സ്പീഡിനെ ബാധിക്കും. അപ്പം ഒരു സെക്കൻഡൊന്നും വരില്ല, ഫ്രാക്ഷൻസ് ഓഫ് എ സെക്കൻഡ് മാറും. അപ്പോൾ ആ മാറ്റം വരുമ്പോൾ ഇന്ന് 2 സോഴ്സസ് വെച്ചിട്ടാണ് നമ്മൾ ടൈം കീപ്പ് ചെയ്യുന്നത്. ഭൂമിയുടെ റൊട്ടേഷൻ, 2 അറ്റോമിക് ടൈം. ഇൻ്റർനാഷണൽ അറ്റോമിക് ടൈം എന്ന് പറയുന്നൊരു ടൈം റെഫറൻസ് ഉണ്ട്. അതൊരു ആറ്റത്തിൻ്റെ അകത്തുള്ള ഇലക്ട്രോൺസിൻ്റെയൊക്കെ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അത് വേറൊന്നിനും അനുസരിച്ച് മാറില്ല. അപ്പോൾ നമ്മുടെ പഴയ മീൻ ടൈം ഉണ്ടല്ലോ, ഗ്രെൻവിച്ച് മീൻ ടൈം, GMT, അതും IAT എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ അറ്റോമിക് ടൈമും തമ്മിൽ സിങ്ക് ആയിരിക്കണം എപ്പോഴും. ഭൂമിയുടെ കറക്കത്തിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ ഈ സിങ്ക് ഔട്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഈ നേരത്തെ പറഞ്ഞ ബോഡി അനൗൺസ് ചെയ്യും ലീപ്പ് സെക്കൻഡ്. ഓക്കെ, ചിലത് ഓർമ്മ ശരിയാണ് 2016 ഇതിനു മുമ്പ് അവസാനമായിട്ട് ലീപ്പ് സെക്കൻഡ് വന്നേക്കുന്നത്. അന്നൊരു ദിവസം അവിടെ കണക്കനുസരിച്ചിട്ട് 11:59 കഴിഞ്ഞിട്ട് 12 മണി ആയില്ല, 11:60 കഴിഞ്ഞിട്ടേ 12 മണിയും പിന്നെ പുതിയ ദിവസം തുടങ്ങിയുള്ളൂ രാത്രി. ലീപ്പ് സെക്കൻഡ് ആഡ് ചെയ്തു. നമ്മളിപ്പോൾ അറിയില്ല എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം ഫോളോ ചെയ്യുന്നത് ഇപ്പോൾ സാറ്റലൈറ്റ് നെറ്റ്വർക്ക് ടൈമാണ്. നെറ്റ്വർക്കിൽ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആയിക്കോളും. പണ്ട് അങ്ങനെയല്ല, ആ സെക്കൻഡ് മാർക്കൊക്കെ നമ്മൾ മാനുവലി വാച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഇന്ന് ആരും വാച്ച് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യില്ല. ഇപ്പോൾ എനിക്കൊക്കെ കുട്ടിക്കാലത്ത് ഓർമ്മയുണ്ട്, നമ്മൾ പുതിയൊരു വാച്ച് വാങ്ങിയാൽ നമ്മൾ റേഡിയോയിൽ ടൈം പറയാൻ വേണ്ടി കാത്തിരിക്കണം. ആ ടൈമാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇന്ന് നമുക്ക് ആർക്കും അതിൻ്റെ ആവശ്യമില്ല. ഫോൺ ഓൺ ചെയ്യുമ്പോഴേ ഫോൺ നെറ്റ്വർക്കായിട്ട് കണക്റ്റ് ആവും, ടൈം എടുക്കും. ഞാൻ പറഞ്ഞത് ഈ ടൈം എന്ന് പറഞ്ഞ ഐഡിയ ഒരുപാട് ടൈമിനെ കുറിച്ച് മാത്രമാണെങ്കിൽ 5 പുസ്തകം എഴുതാനുള്ള സംഗതികളുണ്ട്. കാലണ്ടർ ഡേറ്റ്സ് അല്ലെങ്കിൽ കാലണ്ടർ മന്ത്സിനൊക്കെ പറ്റി പറഞ്ഞുകൊണ്ട് ഞാനത് റിസർച്ച് ചെയ്യുമ്പോൾ പക്ഷേ എന്താണ് കറക്റ്റ് എന്ന് എനിക്ക് ഓർമ്മയില്ല. ഇപ്പം നമ്മൾ എന്തായാലും നമ്മുടെ ഈ കാലണ്ടർ മന്ത്സ് ആക്ച്വലി അതിൻ്റെ നമ്പറിലല്ല അതിൻ്റെ പേര് വരുന്നത്. ഇപ്പം സെപ്റ്റംബർ എന്ന് പറയുന്നത് 7ാമത്തെ മാസമല്ല, ഒക്ടോബർ എന്ന് പറയുന്നത് 8ാമത്തെ മാസമല്ല,
നവംബർ എന്ന് പറയുന്നത് 9ാമത്തെ മാസമല്ല, മീൻസ് നമ്മൾ ഒക്ട എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ നെയിമിങ് വന്നത്? ഈ കലണ്ടർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇതിനെക്കുറിച്ചുള്ള ടൈം എന്ന് പറയുന്ന വിഷയം തന്നെ പല പുസ്തകങ്ങൾ എഴുതാനുള്ള അത്ര ഉണ്ടെന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാ. ടൈം ആസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ഞങ്ങളെപ്പോലുള്ള തിയററ്റിക്കലായിട്ട് ഫിസിക്സിനെ ടൈമിനെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ മനസ്സിലാക്കുക. ടൈം കീപ്പിംഗ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര കോംപ്ലക്സ് സോഷ്യൽ ഇഷ്യൂ ആണ്. മനുഷ്യന് എന്തിനാണ്, നമുക്കിപ്പം ഇന്ന് ഇത്ര മണിക്ക് ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് റെക്കോർഡിംഗ് ഉണ്ട് നമ്മൾ പറഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റുന്ന ഒരു റെഫറൻസ് സിസ്റ്റം വേണ്ടേ? കലണ്ടർ ഉണ്ടെങ്കിലല്ലേ ഡേറ്റ് പറയാൻ പറ്റൂ. ഈ കലണ്ടറൊന്നും വന്നിട്ട് അങ്ങനെ ഒരുപാട് കാലമൊന്നും ആയിട്ടില്ല. നിങ്ങളൊരു 10,000 വർഷം മുമ്പ് ഒരാൾ ജനിച്ചിട്ട് അയാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കാൻ പറ്റത്തില്ല. എങ്ങനെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നത്? കലണ്ടറില്ല. മാസത്തിന് പേരില്ല, വർഷത്തിന് പേരില്ല. നമ്മൾ വർഷത്തിന് നമ്പർ ഇടുന്നുണ്ടല്ലോ, 2025 നമ്മളിപ്പോൾ ഈ വർഷത്തിന് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സിസ്റ്റം ഇല്ലാതെ നിങ്ങൾ ഏത് വർഷം ജനിച്ചെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. മാസത്തിന് പേരിടാതെ ഏത് മാസം ജനിച്ചെന്ന് പറയാൻ പറ്റില്ല. ദിവസത്തിൻ്റെ പേരില്ല. അപ്പം പല രീതിയിലാണ് ഇത്. കലണ്ടറൊക്കെ വരുന്നതിന് മുമ്പ് നമ്മളിവിടെ നാളൊക്കെ ഉപയോഗിച്ചിരുന്നത് അതുകൊണ്ടാണ്. ചന്ദ്രൻ ഏത് നക്ഷത്രത്തിനടുത്താണ് നിൽക്കുന്നത്, ആ ദിവസത്തിൻ്റെ ഒരു പേരിടും. അങ്ങനെയാണ് അശ്വതി, ഭരണിയും കാർത്തികയൊക്കെ വരുന്നത്. അത് കലണ്ടർ വരുന്നതിന് മുമ്പുള്ള കൺവെൻഷൻസാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞത് കലണ്ടർ ഒന്നും ഉണ്ടാകുന്ന ഒരു ദിവസം ഒരു പക്ക ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻ്റർനാഷണൽ സിവിൽ കലണ്ടർ ഉണ്ടായതല്ല. വളരെ കലണ്ടറിൽ 10 മാസം മാത്രം ഉണ്ടായിരുന്ന കാലഘട്ടമുണ്ട്. ഇപ്പം ജൂലിയസ് സീസറാണ് ജൂലൈ എന്ന പേരിൽ സ്വന്തം പേരിലൊരു മാസം ഇടുന്നത്. പുള്ളിയുടെ അച്ഛൻ്റെ പേരാണ് ഓഗസ്റ്റസ് സീസർ, അതാണ് ഓഗസ്റ്റ്. ഓക്കെ. അപ്പോൾ ഇതുമല്ല, ഈ പണ്ടൊരു കാലത്ത് ഏപ്രിലായിരുന്നു വർഷം തുടങ്ങിയിരുന്നത്, പിന്നെയാണത് ജനുവരിയിലായി. അതിനെ കുറിച്ച് വേറൊരു കഥയുമുണ്ട്. അതായത് ഏപ്രിൽ 1 കലണ്ടർ പുതിയ വർഷം തുടങ്ങിയിരുന്ന കാലഘട്ടത്തിൽ നിന്നും കലണ്ടർ റിഫോം വന്നു. അപ്പോൾ അത് ജനുവരി 1 മാറി. പക്ഷേ ഇന്നത്തെ പോലെ അപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് ഇടാൻ പറ്റില്ല, കലണ്ടർ മാറിയെന്ന്. അന്ന് ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് വളരെ സ്ലോ ആയിരിക്കും. അപ്പം പല സ്ഥലങ്ങളിലും ഇത് അറിയില്ല. അപ്പോൾ ഇതറിയാതെ ഏപ്രിൽ 1 തന്നെ പുതുവർഷം ആഘോഷിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഫൂൾസ്, ഏപ്രിൽ ഫൂൾസ് എന്നൊരു കഥയുണ്ട്. അത് ലെജൻഡാണ്, നമുക്ക് ഉറപ്പൊന്നുമില്ല. ഞാൻ പറഞ്ഞു വന്നത് കലണ്ടറിന് അങ്ങനെ ഒരുപാട് അതുകൊണ്ട് ഈ മാച്ച് എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു കാര്യമില്ല. 10ാമത്തല്ല ഡിസംബർ, ഒക്ട എന്ന് പറയുന്ന 8 ആണെങ്കിലും 10ാമത്തെ മാസം ഒക്ടോബറാണ്. അതിൻ്റെ കാരണം ഇതാ. അത് ഒരു ദിവസം കൊണ്ട് നമ്മളിങ്ങനെ എണ്ണി ഒരു ദിവസം ഇംപ്ലിമെൻറ്റ് ചെയ്ത കലണ്ടർ സിസ്റ്റം അല്ല. എക്സിസ്റ്റിംഗ് മന്തിനിടയ്ക്ക് പിന്നെ മാസങ്ങൾ ആഡ് ചെയ്തും ഒക്കെ അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പല കലണ്ടറിൽ ഉപയോഗിക്കുന്നിടത്ത് നിന്ന് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻ്റർനാഷണൽ സിവിൽ കലണ്ടറാണ്. ഗ്രിഗോറിയൻ കലണ്ടർ നമ്മൾ പറയുമെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്രിഗോറിയൻ കലണ്ടർ ആസ് സച്ച് അല്ല. ഗ്രിഗോറിയൻ കലണ്ടർ ഒരു റിലീജിയസ് പർപ്പസിന് തുടങ്ങിയാണ്. അതിനെ ബേസ് ചെയ്ത് ആണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് ഇൻ്റർനാഷണൽ സിവിൽ കലണ്ടർ ഉപയോഗിക്കുന്നത്. അപ്പോഴും പാരലായിട്ട് ഒരുപാട് കലണ്ടറുകൾ ലോകത്ത് ഇപ്പോഴും യൂസിലുണ്ട്. മലയാളം കലണ്ടർ നമ്മൾ ഉപയോഗിക്കുന്നില്ല ഇപ്പോഴും. ചിങ്ങമാസം 1 എന്ന് പറയുന്നത് മലയാളം, അത് ഗ്രിഗോറിയൻ കലണ്ടറോ സിവിൽ കലണ്ടറോ അല്ല. ഹിജറ കലണ്ടർ വെച്ചിട്ടാണ് നമ്മൾ റംസാൻ പറയുന്നത്. ഹിജറ കലണ്ടറിൽ ഒരു വർഷം 355 ദിവസമേ ഉള്ളൂ, 354 ദിവസമേ ഉള്ളൂ, 365 ദിവസം ഇല്ല. അതുകൊണ്ട് കലണ്ടറിൽ നോക്കിയാൽ സിവിൽ കലണ്ടർ പ്രകാരം ഓരോ വർഷവും ഈ മാസപ്പിറവി, റംസാൻ എന്ന് പറയുന്ന മാസപ്പിറവി 11 ദിവസം നേരത്തെ വരും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ ഈ വ്യത്യാസങ്ങളെല്ലാം വരുന്ന കലണ്ടർ സിസ്റ്റംസ് എന്ന് പറയുന്നത് വലിയൊരു ഹിസ്റ്റോറിക്കൽ, കൾച്ചറൽ, പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള വിഷയമാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ കണക്കുകൾ തെറ്റുന്നത്. അതെ, ഞാൻ ഇന്ന് എപ്പോഴും എൻ്റെ ഒരു ഡൗട്ട് അതായിരുന്നു, എന്തുകൊണ്ട് അങ്ങനെ. കാരണം നമ്മൾ നെയിം ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് അങ്ങനെയല്ലേ, നമ്മൾ ഹെക്സഗൺ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഇത്ര ഇതുള്ളത് കൊണ്ട് നമുക്ക് ഇത്ര. നമ്മളിപ്പോൾ നമ്മളൊരു തുടക്കം മുതൽ നമ്മളൊരു കാര്യം കൺസീവ് ചെയ്ത് ഡിസൈൻ ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതൊക്കെ ചെയ്യാം. നമ്മളിപ്പോൾ ഫ്ലാറ്റ് പണിയുമ്പോൾ കറക്റ്റ് ആയിരിക്കും, ഇത്ര ഫ്ലോർ, ഇത്രാമത്തെ ഫ്ലോറിൽ ABCD ഇങ്ങനെയൊക്കെ നമ്മൾ നമ്പർ കൺവെൻഷനൊക്കെ ഉറപ്പിച്ചിട്ടാണ് ഫ്ലാറ്റിൽ നമ്പർ ഇട്ട് തുടങ്ങുന്നത്. ഇതല്ല ഇപ്പോൾ ഫ്ലാറ്റിൽ അത് പറ്റില്ല. ഫ്ലാറ്റിൽ അങ്ങനെ പറ്റുമായിരുന്നെങ്കിലോ ഒരാൾ ഇതിനിടയ്ക്ക് എനിക്കൊരു ഫ്ലോറും കൂടെ പണിയണം എന്ന് പറഞ്ഞാൽ അത് 12ാമത്തെ ഫ്ലോർ 12 നമ്പർ വരില്ല. അപ്പോൾ അതാണ് ഫ്ലാറ്റിൽ അത് പറ്റാത്തതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നം വരുള്ളൂ. പക്ഷെ കലണ്ടറിൽ അത് പറ്റും. ഓക്കെ, സോ ഇപ്പം നമ്മൾ ഇത്രയും നേരം നമ്മൾ ഈ തിയറിയും കാര്യങ്ങളും ഒക്കെയാണ് സംസാരിക്കുമ്പോൾ, ടൈമിനെ പറ്റി സംസാരിക്കുമ്പോഴും ടൈം പാരഡോക്സ് അല്ലെങ്കിൽ ഇപ്പോൾ ഈ ട്വിൻസിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഇതിനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കണക്ട് ചെയ്യണതിൻ്റെ മെയിൻ റീസൺ എനിക്ക് തോന്നുന്നു, ഇപ്പം ഇൻട്രസ്റ്റെല്ലാരും ഒരു പടം ഒരുവിധ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. പണ്ടിപ്പോൾ നമ്മൾ ടൈറ്റാനിക് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പം ഇൻട്രസ്റ്റെല്ലാർ ഭയങ്കര ആഘോഷിക്കപ്പെടുന്ന ഒരു സിനിമയും കൂടെയാണ്. അപ്പം ഒരുപാട് ആൾക്കാർക്ക് കുറേ കാര്യങ്ങളെ പറ്റിയിട്ട് അറിവുന്ന, ചില ആൾക്കാർക്ക് മനസ്സിലാവാത്ത ഒരു പടം കൂടെയാണ് ഇൻട്രസ്റ്റെല്ലാർ എന്ന് പറയുന്നത്. സോ സാറിൻ്റെ പെർസ്പെക്റ്റീവ് നിന്ന് എങ്ങനെയാണ് ആ പടം കാണുമ്പോൾ? പലരും പറയുന്ന അത്രയും ഇൻട്രസ്റ്റെല്ലാറിൻ്റെ ഫാനല്ല ഞാൻ.
ഓക്കെ വൈ? കാരണം ക്രിസ്റ്റഫർ നോളൻ്റെ മറ്റു പല സിനിമകളും എനിക്ക് അതിനേക്കാളും കൂടുതൽ ഇഷ്ടമാണ്. അതുകൊണ്ട് നോളൻ സിനിമ എന്ന രീതിയിൽ എനിക്ക് ഇൻ്റർസ്റ്റെല്ലാർ അത്ര ഫേവറേറ്റ് അല്ല. അപ്പോൾ ഇൻ്റർസ്റ്റെല്ലാറിന് പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് കമ്പാരിറ്റീവ്ലി ലെസ് ഫേവറേറ്റ് എന്നാണ്. സിനിമ മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്, സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ തന്നെയാണ്. അതിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരുപാട് ഐഡിയകൾ, ടെക്സ്റ്റ് ബുക്ക് സാധാരണ ഫിസിക്സ് ടെക്സ്റ്റ് ബുക്ക് മാത്രം കേൾക്കുന്ന കുറേയേറെ വാക്കുകൾ ഒരു പ്രാക്ടിക്കൽ സംഗതിയായിട്ട് ആ സിനിമയിൽ വന്നതിൻ്റെ ഒരു രസമുണ്ട് അതിനകത്ത്. ഒരു ബ്ലാക്ക് ഹോൾ എന്നൊരു ക്യാരക്ടറായിട്ടോ ഒരു ട്രോപ്പായിട്ടോ ഒന്നും അങ്ങനെ സിനിമയിൽ അതിന് മുമ്പ് ആരും ഉപയോഗിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, അതിൽ ബ്ലാക്ക് ഹോളിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കിപ്തോൺ എന്ന് പറയുന്ന നോബൽ ലോറിയേറ്റ് ആയിട്ടുള്ള ഫിസിസിസ്റ്റ് ഉൾപ്പെടെയുള്ള കുറേ ആളുകൾ കൺസൾട്ട് ചെയ്തിട്ടൊക്കെയാണ് ചെയ്തേക്കുന്നത്. അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് വെറും ഗ്രാഫിക്സ് അല്ല, അതൊരു സിമുലേഷനാണ്. സിമുലേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഫിസിക്സ് ഇക്വേഷൻസ് ആണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് 4 ഫിസിക്സ് റിസർച്ച് പേപ്പറുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് രീതിയിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആ വിഷ്വൽ ഇങ്ങനെയാണ് ബ്ലാക്ക് ഹോൾ ഇരിക്കുന്നത് എന്നുള്ളത് ഒരു സിമുലേറ്റഡ് ആണ്. വെറുതെ ഒരു ചിത്രകാരൻ ഇങ്ങനെ ആയിരിക്കും എന്ന് കരുതി ആ ഗ്രാഫിക്സ് അനിമേറ്റ് ചെയ്ത് ഉണ്ടാക്കിയതല്ല. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഗുണങ്ങൾ, ഇപ്പോൾ ടൈം ഡൈലേഷൻ, നേരത്തെ പറഞ്ഞ ടൈം ഡൈലേഷനും വേം ഹോൾ, ഇങ്ങനെയൊക്കെയുള്ള പല ഐഡിയകളും അതിനകത്ത് നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതേസമയം അതിനകത്ത് കുറേ ഫ്ലോസും ഉണ്ട്. ഉദാഹരണം, ഒരാൾ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്താൽ ഈ പ്രശ്നം പരിഹരിക്കാമെന്നാണ് ആ സിനിമയെ പറയുന്നത്. പ്രാക്ടിക്കലി അതൊരിക്കലും നടക്കില്ല. ഒരു ഇക്വേഷൻ അല്ല നമ്മുടെ മുമ്പുള്ള പ്രശ്നം. ഇപ്പോൾ റോക്കറ്റ് എങ്ങനെ അയക്കാമെന്നുള്ള ഇക്വേഷനൊക്കെ നമുക്ക് ന്യൂട്ടൻ്റെ കാലം തൊട്ടേ അറിയാം. പക്ഷെ റോക്കറ്റ് ആ സമയത്ത് ഉണ്ടായില്ല. അതിൻ്റെ കാരണം വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഫിസിക്സ് എന്ന രീതിയിൽ അതിനെ എങ്ങനെ കാണാമെന്ന് ചോദിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരുന്നത്. സിനിമയിൽ ഇത് ഒരു എങ്ങനെ കഥ അവസാനം ഏറ്റവും ക്ലൈമാക്സ് സയൻസുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ക്ലൈമാക്സ് ആണ്. കാരണം നിങ്ങൾ ബ്ലാക്ക് ഹോളിൻ്റെ അകത്ത് പോയി അതിനകത്ത് ടെസറാക്ട് കാണുന്നു. പിന്നെ ഇതിൻ്റെ സ്റ്റോറി ലൈനിലൊരു പ്രശ്നമുണ്ട്. കൂപ്പർ എന്തിനാണ് ഈ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നത്? വേം ഹോളിലൂടെ. ഫ്യൂച്ചർ ഹ്യൂമൻസ് ഉണ്ടാക്കിയ വേം ഹോളാണ്. ഫ്യൂച്ചർ ഹ്യൂമൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഈ ഇൻ്റർസ്റ്റെല്ലാർ ട്രാവൽ എന്ന് പറയുന്ന പ്രശ്നം പരിഹരിക്കാമെന്ന് അവർക്കറിയാം. ഓക്കെ, ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ വെച്ചിട്ട് ആ മനുഷ്യരുണ്ടാക്കിയ യൂണിവേഴ്സിലാണ് പിന്നെ കൂപ്പർ വരുന്നത്, അല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു സിസ്റ്റത്തിലാണ്. അപ്പോൾ എങ്ങനെയാണ് മനുഷ്യരാശി രക്ഷിക്കപ്പെടുന്നത്? മനുഷ്യരാശി രക്ഷിക്കപ്പെടുന്നത് ഫ്യൂച്ചർ ഹ്യൂമൻസ് ഉണ്ടാക്കിയ വേം ഹോളിലൂടെ കൂപ്പറിന് അകത്ത് പോയി കടന്ന് ഗ്രാവിറ്റിയെ ക്വാണ്ടം ഡേറ്റ എടുക്കാൻ പറ്റിയോണ്ടാണ്. ആരാണ് ഈ വേം ഹോൾ ഉണ്ടാക്കിയത്? ഫ്യൂച്ചർ ഹ്യൂമൻസ്. മനുഷ്യരാശി സർവൈവ് ചെയ്യാതെ എങ്ങനെയാണ് ഈ ഫ്യൂച്ചർ ഹ്യൂമൻസ് ഉണ്ടാകുന്നത്? ദിസ് ഈസ് കോൾഡ് എ ടൈം ട്രാവൽ പാരഡോക്സ്. അതായത് ഇപ്പോഴത്തെ മനുഷ്യരാശി അതിജീവിച്ചാൽ മാത്രമേ ഭാവി മനുഷ്യരാശി ഉണ്ടാവൂ. ഭാവി മനുഷ്യരാശിയാണ് വേം ഹോൾ ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ വേം ഹോളിൽ കൂടെ പോയാലേ ഭാവി മനുഷ്യരാശിയെ ഉണ്ടാക്കാൻ പറ്റൂ. ഇതാണ് പ്രശ്നം. ഇപ്പം ഞാൻ ഇവിടുന്ന് പോയി ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റ് എന്ന് പറഞ്ഞ പുസ്തകം ഷേക്സ്പിയറിന് കൊടുത്തിട്ട് നിങ്ങളുടെ പേര് പബ്ലിഷ് ചെയ്തു എന്ന് പറയുകയാണ്. ഷേക്സ്പിയർ അത് പബ്ലിഷ് ചെയ്യുന്നു. അപ്പോൾ ഷേക്സ്പിയറിൻ്റെ പുസ്തകമാണോ അല്ലയോ? കാരണം ഷേക്സ്പിയറിന് ഞാൻ ഈ ഹാംലെറ്റ് അവിടെ കൊണ്ട് കൊടുക്കണമെങ്കിൽ ഷേക്സ്പിയർ ഇത് എഴുതണം. പക്ഷെ ഞാൻ അത് കൊടുത്താലേ ഷേക്സ്പിയറിന് പബ്ലിഷ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഇതിന് ബൂട്ട് സ്ട്രാപ്പ് ടൈം ട്രാവൽ ഇസ് സച്ച് പ്രശ്നം. അപ്പോൾ ടൈം ട്രാവൽ നിങ്ങൾ എവിടെ ചെയ്താലും ഈ പാരഡോക്സ് അവിടെ വരും. ഇത് ആ കഥയുടെ ഏറ്റവും വലിയ വീക്ക്നെസ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ടൈം ട്രാവൽ വെച്ചിട്ടൊരു കഥ ഉണ്ടാക്കുമ്പം ഇത് ഒഴിവാക്കാൻ പറ്റില്ല. സിനിമ ആസ്വദിക്കാം, പക്ഷെ ആലോചിക്കണം ഫ്രം ദറ്റ് സയൻസ് വെച്ച് അതിനെ മുറിക്കാൻ നോക്കിയാൽ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ കൊച്ചു കൊച്ചു പ്രാക്ടിക്കൽ ഇഷ്യൂസ്. ഇവിടെ നിന്ന് 4 സ്റ്റേജ് റോക്കറ്റിലാണ് അവർ മുകളിലേക്ക് പോകുന്നത്. എന്നിട്ട് മില്ലേഴ്സ് പ്ലാനറ്റിൽ ചെന്നിട്ട് അവിടെ ഒരു വലിയ ജൈജാൻറ്റിക് വേവ് വരുമ്പോൾ ഇവരൊരു ചെറിയ സ്പേസ് ക്രാഫ്റ്റിലാണ് അവിടെ നിന്ന് രക്ഷപ്പെടുന്നത്. ഭൂമിയെക്കാളും ഗ്രാവിറ്റിയുള്ള പ്ലാനറ്റ് എന്നാണ് പറയുന്നത്. ഭൂമിയിൽ നിന്ന് പോകാൻ 4 സ്റ്റേജ് റോക്കറ്റ് വേണം. അവിടെ നിന്ന് പോകാൻ നിങ്ങൾ ഈ ചെറിയ ക്രാഫ്റ്റ്, പറക്കുന്ന ക്രാഫ്റ്റിലാണ് രക്ഷപ്പെടുന്നത്. നിങ്ങൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല, നിങ്ങൾ അവിടെ മുങ്ങിപ്പോവും. ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള കുറേ കല്ലുകടികളുള്ളതുകൊണ്ട് എനിക്ക് ആ ഒരു ഫ്ലോ, നോളൻ ചെയ്യുന്ന സിനിമയുടെ പെർഫെക്ഷൻ്റെ ഒരു സ്റ്റൈൽ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ എക്സ്പെക്ട് ചെയ്തതിൻ്റെ കൂടെയാണ് ഇതിനുമ്പോഴത്തേക്ക്. അപ്പോഴും ഞാൻ ഇത് ബാലൻസ് ചെയ്താണ് പറഞ്ഞത്. ഫിസിക്സിലൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അത്രത്തോളം പെർഫെക്റ്റ് അല്ല. ഒരുപാട് കാര്യങ്ങൾ വളരെ നന്നായിട്ട് അതിനകത്ത് പ്രസൻറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ടൈം ട്രാവലും അങ്ങനത്തുള്ള ഐഡിയകളൊക്കെ. പിന്നെ ഇവർ ഈ മില്ലേഴ്സ് പ്ലാനറ്റിൽ നിന്ന് രക്ഷപ്പെട്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്കും യു ടുക്ക് എ ലോട്ട് ഓഫ് ടൈം. ഐ വെയിറ്റഡ് എ ലോട്ട് ഓഫ് ടൈം. എത്ര 23 yearsോ മറ്റോ ആണ് പറയുന്നത്. 25. ഒരു മനുഷ്യൻ 25 years വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അയാൾ മരിച്ചു പോകും. ഏകാന്തത കാരണം, അവശനം. പക്ഷെ ആ മനുഷ്യൻ്റെ മുഖത്ത് അരമണിക്കൂർ മുമ്പ് നിങ്ങൾ പോയിട്ട് വന്നൊരു എക്സ്പെർട്ട് പറഞ്ഞ് നിറ്റ് പിക്കിങ് ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ കുറേ കല്ലുകടികൾ എനിക്ക് ആ സിനിമയുടെ വാച്ചിങ് എക്സ്പീരിയൻസിന് ഉണ്ടായിട്ടുണ്ട്. അത് ഒഴിവാക്കി കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഗുഡ്
എൻ്റർടൈനർ. പിന്നെ കുറച്ച് ലിബർട്ടി നമ്മൾ ഒരു സിനിമ ഉണ്ടാക്കുമ്പോൾ കൊടുക്കണം, അത്രേ ഉള്ളൂ. ഇപ്പം സാർ ഇത്രയും ആ സിനിമേനെ ഇങ്ങനെ വീക്ഷിച്ച് ഇത്രയും മീൻസ് നല്ല പോസിറ്റീവും നെഗറ്റീവും എല്ലാം ഇങ്ങനെ സാറിൻ്റെ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുക. ഇപ്പം ഞാനൊരു സദ്ഗുരുവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഇത് കേട്ടിട്ടുണ്ട്. അതായത് ഒരു പൂ, നമ്മളൊരു സയൻസ് വശമായിട്ടൊരു പൂവിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ആസ്വദിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ആ പൂവിൻ്റെ എത്ര ഈ പെറ്റൽസ് എങ്ങനെ വന്നതിൽ ഈ പോളൻസ് അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ അതിൻ്റെ സ്റ്റെം ഇതൊക്കെയാണ് നോക്കിയിരിക്കുള്ളൂ. പക്ഷെ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ആൾ ഒരു പൂവിനെ കിട്ടിക്കഴിഞ്ഞാലായിരിക്കും അതിൽ ഏറ്റവും കൂടുതൽ ആസ്വാദനം വരുന്നത്, അതിൻ്റെ ഭംഗി, അതിൻ്റെ മണം എന്നൊക്കെ ഉള്ളത്. ഇതിപ്പോൾ പറയാൻ കാര്യം ഇപ്പോൾ സാർ ആ ഒരു പടം കാണുമ്പോൾ സാർ കുറേ കാര്യങ്ങൾ ചിന്തിച്ചില്ല. ആക്ച്വലി നമ്മുടെ ഈ ഒരു ആസ്വാദനത്തിനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ സയൻസ് ശരിക്കും നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ലേ? അത് സദ്ഗുരുവിൻ്റെ ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് ഒരു ഉദാഹരണം അവതരിപ്പിച്ചതാണ്. ഒരു പഴയ ഉദാഹരണമാണ്. ഇന്ന് സയൻറ്റിസ്റ്റ് പൂവിനെ നോക്കുമ്പം അതിനകത്ത് അതിൻ്റെ സ്ട്രക്ചർ അത് ഇത് ഇങ്ങനെയൊക്കെയുള്ള വീതിച്ച് പൂവിനെ ഡിസെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ പിന്നെ എന്താണ്, പൂവില്ലാതായി പോവും, പൂവിൻ്റെ ഭംഗി നഷ്ടപ്പെടുന്നതാണ്. തെറ്റിദ്ധാരണയാണ്. അതായത് സയൻറ്റിസ്റ്റുമാർ പൂവിൻ്റെ ഭംഗി കാണുന്നില്ല എന്നാണ് അദ്ദേഹം അസ്യൂം ചെയ്യുന്നത്. തെറ്റാണ്. വേറെ ഇപ്പോൾ എനിക്ക് ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടൊരു ഉദാഹരണം പെട്ടെന്ന് പറയാം. ഇപ്പം നമ്മൾ ബീച്ചിൽ നിന്നിട്ടൊരു സൺസെറ്റ് കാണുകയാണ്, ഭംഗിയുള്ള കാഴ്ചയാണല്ലോ, വളരെ റൊമാൻറ്റിക്കായിട്ട് നമ്മൾ സ്ഥിരം സെറ്റ് ചെയ്യുന്നൊരു ഏരിയയാണ് അല്ലേ. ഈ സൺസെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സണ്ണിനെ നമ്മൾ കാണുമ്പോൾ ചുവന്ന നിറത്തിലാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് ചുവന്ന നിറത്തിൽ കാണുന്നത്? നട്ടുച്ചയ്ക്ക് നമുക്ക് റൊമാൻറ്റിക്കായിട്ട് നിൽക്കാൻ പറ്റില്ല. എന്തെന്ന് പറഞ്ഞാൽ സൺലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ ആകാശത്ത് സണ്ണിൻ്റെ ആംഗിൾ കുറയുമ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയും, ഹോട്ട് ഫീലിംഗ് നമുക്ക് നഷ്ടപ്പെടും. പകരം അത് കുറച്ചുകൂടി ഒന്ന് വാമാകും, അത് റെഡിഷ് ആകും, ആകാശത്ത് ആ കളർ സ്പ്രെഡ് ചെയ്യും, വാട്ടറിൽ റിഫ്ലക്ഷൻ വരും. ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. ഇതെന്തുകൊണ്ടാണെന്ന് ഫിസിസിസ്റ്റിന് അറിയാം. ഓക്കെ, അതുകൊണ്ട് ആ സൺസെറ്റ് ആസ്വദിക്കാൻ പറ്റില്ലെന്നാണോ, അതോ ഈ ആസ്വാദനത്തിൻ്റെ മുകളിലാണോ ഈ അറിവ് വരുന്നത്? ഞാൻ ചോദിക്കുന്നത്, ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് ആസ്വാദനത്തിൽ നിന്നും കുറയുകയാണോ ആസ്വാദനത്തോട് കൂട്ടപ്പെടുകയാണോ? ഞാൻ കാണുന്നത് അങ്ങനെയാണ്. ഇറ്റ് ഈസ് ജസ്റ്റ് ബീങ് ആഡഡ്, നോട്ട് സബ്ട്രാക്റ്റഡ്. പൂവിൻ്റെ കാര്യം ഞാൻ എന്താണ് പൂവിൽ കൂടുതൽ കാണുന്നത്? തീർച്ചയായിട്ടും പൂവിന് സ്ട്രക്ചറൊക്കെ ഉണ്ട്. അത് പൂവിൻ്റെ സ്ട്രക്ചർ പ്രധാനപ്പെട്ടതാകുന്ന സ്ഥലത്താണ് പൂവിനെ മുറിക്കേണ്ടി വരുന്നത്. പൂവ് എന്താണ് പൂവ്? പറയൂ. നിങ്ങൾ സയൻസ് അല്ലാത്ത ഒരാളാണെന്ന് ചോദിച്ചോളൂ. പൂവ് എന്താണ്? ചെടിക്ക് എന്തിനാണ് പൂവ്? ചെടിക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു സീഡ് ഉണ്ടാവാൻ വേണ്ടി പൂവുണ്ടാവും. സീഡ് എന്തിനാണ്? അതായത് ഈ ബാക്കി പോളിനൈസേഷനും ഇതൊക്കെ ആവശ്യം. സീഡ് എന്തിനാണ്? സീഡ് അടുത്ത ചെടിയുടെ സർവൈവലാണത്. ആ ചെടിക്ക് അടുത്ത തലമുറ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? അതിന് വിത്ത് വേണം. ചെടി ഓരോ ജീവികളും ഓരോ രീതിയിലാണ് നെക്സ്റ്റ് തലമുറ ഉണ്ടാക്കുന്നത്. ചെടിക്ക് ഒരിടത്ത് നിൽക്കാനേ പറ്റും. പൂവെന്ന് പറയുന്നത് സീഡിനല്ല, സീഡ് ആവൂല പൂ മാത്രമാണെങ്കിൽ. പൂവിനകത്ത് അതിൻ്റെ സെക്സ് സെൽസ് ആണ്. ഇത് തമ്മിൽ കമ്പൈൻ ചെയ്യുകയും ഫെർട്ടിലൈസ് ചെയ്താലും മാത്രമേ അത് അടുത്ത ജനറേഷൻ ആവൂ. ഈ ഫെർട്ടിലൈസ് ചെയ്യുമ്പോൾ ഉള്ള കുഴപ്പം എന്താണ്? 2 സെല്ലുകൾ ഒരുമിച്ച് വരണം. അപ്പോൾ ഒന്ന് വേറൊന്നിലും മിക്സ് ചെയ്യാൻ ചെടിക്ക് അനങ്ങാൻ പറ്റില്ല. ഇത് കൊണ്ടൊന്നും മിക്സ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ദർ ഈസ് നോ പോൺ ഫോർ പ്ലാന്റ്സ്. കാരണം ദർ ഈസ് നോ മൂവ്മെൻറ്റ്, നത്തിങ്. അപ്പോൾ ഇതിന് മൂവ് ചെയ്യാൻ കഴിയുന്ന ആനിമൽസിൻ്റെ സഹായം വേണം. ആനിമൽസ് നിങ്ങൾക്ക് വേണ്ടി ചുമ്മാ ഫ്രീ ആയിട്ട് ഈ സർവീസ് തരുമോ? ഇല്ല. ദേ ഹാവ് ടു ബി ല്യൂർഡ് ഇൻ. എന്തെങ്കിലും കാണിച്ച് വരുത്തണം. അപ്പോൾ കാണിക്കുന്നത് തേൻ ഒരു ഓഫറാണ്. അപ്പോൾ ഈ തേൻ ഇവിടെ ഉണ്ടെന്ന് അറിയണം, വിഷ്വലാണ്. തേനിൻ്റെ മണം പിടിച്ച് വരാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ തേൻ ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ തേനിൻ്റെ ഇൻഡിക്കേഷനായിട്ട് കുറച്ച് കളറൊക്കെ വെച്ച് ഡിസ്പ്ലേ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ കളർ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ അതും പച്ച ഇലകൾക്കിടയിൽ ചുമന്ന പൂവെന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കും. മനുഷ്യൻ്റെ കണ്ണിന് ഏറ്റവും പെട്ടെന്ന് കോൺട്രാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 2 കളേഴ്സാണ് റെഡ് ആൻഡ് ഗ്രീൻ. ഓക്കെ, ചുവന്ന പഴുത്ത പഴം, അതും പച്ച ഇലകൾക്കിടയിൽ നിൽക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഈ പോളിനേറ്റേഴ്സ് അല്ലെങ്കിൽ സീഡ് ഡിസ്പേഴ്സ്, പോളിനേറ്റേഴ്സാണ് ഇവരെ മിക്സ് ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പം സ്പേം എഗ്ഗും ഫ്യൂസ് ചെയ്തിട്ട് അവർക്ക് സീഡിലേക്കുള്ള എംബ്രിയോ ഉണ്ടാക്കാൻ പറ്റും. ഈ സീഡിനും ഉണ്ട് പ്രശ്നം. സീഡ് അവിടെ തന്നെ വീണ് കഴിഞ്ഞാൽ അവിടുത്തെ ന്യൂട്രിയൻസ് വെച്ച് വേണം വളരാൻ. അപ്പോൾ ഈ പാരൻറ്റ് പ്ലാന്റിനും അതേ ന്യൂട്രിയൻസ് വേണം. അപ്പോൾ ന്യൂട്രിയൻസ് ഷെയർ ചെയ്യുമ്പോൾ കുറയും. അപ്പോൾ സീഡ് കുറച്ച് ദൂരെ പോയി വീഴണം. അതിന് സീഡ് ഡിസ്പേഴ്സ് വേണം. അപ്പോൾ ഫ്രൂട്ട് അവർക്ക് അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ കുറച്ച് മണവും കുറച്ച് ടേസ്റ്റും ഒക്കെ ഉള്ള സാധനമാണെങ്കിൽ വേറൊരു ജീവി വന്ന് ഇത് കഴിച്ചിട്ട് അത് മൂവ് ചെയ്ത് വേറെ എവിടെയെങ്കിലും ചെന്നിട്ട് ഈ വിത്ത് ഡിസ്പേഴ്സ് ചെയ്യും. അപ്പോൾ വേറൊരു സ്ഥലത്ത് ഈ ചെടി വളരും. ഇത്
പ്രകൃതിയിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാനാണ്. വളരെ തമ്മിൽ കോർഡിനേറ്റഡ് ആയിട്ട് ഇതിങ്ങനെ ഒന്ന് കാരണം വേറെ ഒന്നിന് ബെനിഫിറ്റ് ചെയ്യുന്നു. അപ്പോൾ പൂവെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എന്താണ്, അതിൻ്റെ റീപ്രൊഡക്റ്റീവ് ഓർഗനാണ്. കറക്റ്റ്. നമ്മുടെ വീടിന് മുമ്പിൽ നമ്മൾ ചെടി വെക്കുന്നത് നമുക്ക് എന്തിനാണ്? പൂവ് ഭയങ്കര അട്രാക്ഷനാണ്. ഓക്കെ, നമ്മൾ ഏറ്റവും പബ്ലിക്കായിട്ട് നിർത്തുന്നത് പൂവാണ്. പക്ഷേ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറഞ്ഞാൽ ചെടിയുടെ പ്രൈവറ്റ് പാർട്ടാണ് അല്ലേ. ചെടിയിൽ ഏറ്റവും പബ്ലിക്കായിട്ട് നമ്മൾ നിർത്തുന്നത് അതിൻ്റെ പ്രൈവറ്റ് പാർട്ടാണ്. ഇത് പൂവിൻ്റെ ഭംഗിയോട് കൂടിയോ കുറഞ്ഞോ? എന്നെ സംബന്ധിച്ചിടത്തോളം പൂവിൻ്റെ ഭംഗിക്ക് മുകളിലാണ് ഇത് ആഡ് ചെയ്യപ്പെടുന്നത്. എന്തുകൊണ്ട് പൂവിന് ഭംഗി വന്നു? ആ ചോദ്യത്തിന് ഉത്തരവും കൂടി അതിനകത്ത് വരുമ്പം ഭംഗിക്ക് കൂടുതൽ കാരണങ്ങൾ കിട്ടുകയാണ് എനിക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് സാഡ് ഗുരുവിനോട് ഞാൻ യോജിക്കുന്നു. ഇപ്പം നമ്മൾ ഇൻട്രസ്റ്റെല്ലാറ് സംസാരിക്കും. ഐ ജസ്റ്റ് വാണ്ട് ടു ആസ്ക് യു, അതായത് ഇപ്പം നോളൻ്റെ പടങ്ങൾ വേറെ കുറേ ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ. സോ വാട്ട് ഇസ് യുവർ ഫേവറേറ്റ്? ഇപ്പം പ്രസ്റ്റീജ്, ഓക്കെ. ദെൻ ഇൻസെപ്ഷൻ അങ്ങനത്തെ തന്നെ. ഇൻസെപ്ഷനോ ഓക്കെ. ഇപ്പം നമ്മളിപ്പോൾ ഒരുപാട് ഈ ടൈം ട്രാവൽ അല്ലെങ്കിൽ സയൻസ് പരമായിട്ട് കാണുന്ന കുറേ പടങ്ങളിൽ ഇപ്പോൾ ഈ സീരീസുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ഡാർക്ക് അല്ലെങ്കിൽ പ്രീ ഡെസ്റ്റിനേഷൻ ഇങ്ങനത്തെ കുറേ. അപ്പം ഇതല്ലാതെ ഇപ്പോൾ ഏതെങ്കിലും നല്ല പടങ്ങൾ ഒന്ന് റെക്കമെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ കാണാൻ ഞാൻ ഐ എം നോട്ട് എ ഫാൻ ഓഫ് സയൻസ് ഫിക്ഷൻ മൂവീസ്. ഇപ്പം നല്ല സയൻസോ നല്ല ഫിക്ഷനോ ഇല്ലാതെ വരും. അപ്പോൾ ഫിക്ഷനും ഓക്കെയാണ്, സയൻസ് ഡോക്യുമെൻ്ററീസും ഒക്കെയാണ്. പിന്നെ അങ്ങനെ അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും കാഴ്ചയുടെ വ്യത്യാസം ഉണ്ടാവും. സയൻസായിട്ട് അല്ലെങ്കിൽ സയൻസ് ഡീൽ ചെയ്യുന്നതെന്ന് തോന്നുന്ന രീതിയിൽ എന്നെ പിടിച്ചിരുത്തിയ ഒരു സിനിമ എന്ന് പറയുന്നത് മാൻ ഫ്രം എർത്ത് എന്ന് പറഞ്ഞിട്ടൊരു മൂവിയാണ്. കാരണം അത് ഫ്ലോ ഇല്ലാതെ, FLAW അതില്ലാതെ അത് എക്സിക്യൂട്ട് ചെയ്യാൻ അവർക്ക് പറ്റുന്നു. അല്ലാതെ ഒരു സയൻസ് ഫിക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും കുറച്ച് സയൻസ് കോംപ്രമൈസ് ചെയ്യാതെ വലിയ ബുദ്ധിമുട്ടാണ്. അതുപോലെ ഡീപ്പ് ഇമ്പാക്റ്റ് എന്നൊരു സിനിമയുണ്ട്. അതും കമ്പാരിറ്റീവ്ലി ഇറ്റ്സ് എ ബെറ്റർ മൂവി. അതായത് ആർമഗഡൻ എന്ന് പറഞ്ഞ സിനിമയായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു സിനിമയാണ് ഈ ഡീപ്പ് ഇമ്പാക്റ്റ്. ആർമഗഡൻ ഒരു ഭയങ്കര വലിയ സ്റ്റാർ കാസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ഹിറ്റാണ്. പക്ഷേ അത് ഭയങ്കര ബ്ലണ്ടറാണ് സയൻറ്റിഫിക്കലി. പക്ഷേ ഡീപ്പ് ഇമ്പാക്റ്റ് സെയിം സബ്ജക്റ്റാണ്, ഒരു ആസ്ട്രോയിഡിനെ. അത് പക്ഷേ കുറച്ചുകൂടി അങ്ങനെയുള്ള കുറച്ച് സിനിമകൾ. പിന്നെ ഓഫ് കോഴ്സ് മാർഷ്യൻ ഇസ് എ വെരി ഗുഡ് അറ്റംപ്റ്റ്, അവതാർ ഇസ് എ വെരി ഗുഡ് അറ്റംപ്റ്റ്. അങ്ങനെ സയൻറ്റിഫിക്കായിട്ട് സയൻസ് ഡീൽ ചെയ്യുന്ന സിനിമകളിൽ എനിക്ക് ഇതൊക്കെയാണ് പെട്ടെന്ന് ഓർമ്മയില്ല. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റെല്ലാർ സംസാരിച്ചതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അറിയേണ്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു ടോപ്പിക്കായിരിക്കും ടൈം ട്രാവൽ എന്ന് പറയുന്നത്. ഇപ്പോൾ കുറേ പടങ്ങളിൽ ഇതൊക്കെ പോസിബിളാണ്. ഈ വാച്ച് തിരിച്ചു കഴിഞ്ഞാൽ മറ്റേ ടൈം ട്രാവൽ പോകുന്ന പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇൻട്രസ്റ്റെല്ലാർ പോലത്തെ പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആൾക്കാർക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്, ഇത് ആക്ച്വലി പോസിബിൾ ആണോ? ഇഫ് ഇറ്റ്സ് പോസിബിൾ, എന്തൊക്കെ എന്താ പറയുക പ്രശ്നങ്ങളായിരിക്കും, ഇതിൻ്റെ ഒരു കൊളാട്രൽ ഡാമേജ് എന്തൊക്കെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും? ടൈം ട്രാവൽ പോസിബിൾ ആണെന്ന് പറയാൻ നമുക്ക് നിലവിൽ റീസൺസ് ഇല്ല. ടൈം ട്രാവൽ ഉണ്ടായാൽ സംഭവിക്കാൻ പോകുന്ന കുറേ കുഴപ്പങ്ങളെക്കുറിച്ച് നമുക്ക് മുൻകൂട്ടി അറിയുകയും ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ ബൂട്ട് സ്ട്രാപ്പ് പാരഡോക്സ് എന്നൊക്കെ വിളിക്കുന്ന, അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ പാരഡോക്സ്. ഇവിടുന്ന് ഒരാൾ ടൈം മെഷീൻ ഉപയോഗിച്ച് ഫ്യൂച്ചറിൽ പാസ്റ്റിൽ പോയിട്ട് അയാളുടെ ഗ്രാൻഡ് ഫാദറിനെ കൊന്നു കളഞ്ഞാൽ അയാൾ ജനിക്കുമ്പോൾ ഗ്രാൻഡ് ഫാദർ മരിച്ചു പോയാൽ ഇവൻ ജനിക്കത്തില്ല. പക്ഷേ ഇവൻ ജനിക്കാതെ അവൻ എങ്ങനെയാണ് പോയി ഗ്രാൻഡ് ഫാദറിനെ കൊല്ലുന്നത്? അപ്പോൾ ആരാണ് ഗ്രാൻഡ് ഫാദറിനെ കൊന്നയാൾ? അതൊരു പാരഡോക്സ് ആണ്. എന്ന് പറഞ്ഞാൽ ഇത് വയലേറ്റ് ചെയ്യുന്നത് കോസാലിറ്റി എന്ന് പറയുന്ന സയൻസിലെ വളരെ ബേസിക് ആയിട്ടൊരു ഐഡിയ ആണ്. ദർ ഷുഡ് ബി എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ് ആൻഡ് ഇഫക്റ്റ്. ചില കോസ് കാരണമാണ് ചില ഇഫക്ട്സ് ഉണ്ടാകുന്നത്. കോസ് ഷുഡ് ഓൾവേസ് പ്രിസീഡ് ദ ഇഫക്റ്റ്. ഇഫക്റ്റിന് മുമ്പ് കോസ് ഉണ്ടാവണം. പിന്നെ ഞാൻ ഇവിടെ നിന്നൊരു കല്ലെടുത്ത് ജനലിൽ ഇറങ്ങിയാൽ ജനൽ പൊട്ടും, ചില്ല് പൊട്ടും. പക്ഷേ എറിയുക എന്ന് പറയുന്ന ആക്ഷനും ചില്ല് പൊട്ടുക എന്ന് പറയുന്ന ആക്ഷനും തമ്മിലൊരു ബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും എറിയുന്ന ആക്ഷൻ ചില്ല് പൊട്ടുന്ന ആക്ഷന് ശേഷം സംഭവിക്കത്തില്ല. അങ്ങനെ സംഭവിച്ചാൽ കോസാലിറ്റി തകിടം മറിയും. അപ്പോൾ അതിന് പ്രൊട്ടക്ഷൻ ഓഫ് കോസാലിറ്റി എന്ന് പറയും. അപ്പം ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ ടൈം ട്രാവൽ എന്ന് പറയുന്ന ഐഡിയയിലുണ്ട്. പിന്നെ ടൈമിലൂടെ മൂവ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഇപ്പോൾ ടൈമിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരേ സ്പീഡിൽ ഒരേ ഡയറക്ഷനിൽ. അപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ ടൈം ഡയലേഷനൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഫ്യൂച്ചറിലേക്കുള്ള മൂവ്മെൻറ്റ് നമുക്ക് എന്താണ് സ്പീഡ് വ്യത്യാസം ചിലയിടങ്ങളിലെങ്കിലും ഒബ്സർവ് ചെയ്യാൻ പറ്റും. പാസ്റ്റിലേക്കൊരു പോക്ക് പോസിബിൾ. ഫ്യൂച്ചറിലേക്ക് പോകാന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളെ പറ്റും. മറ്റുള്ളവർ പൊയ്ക്കൊണ്ടിരിക്കുന്നതിനേക്കാളും ചെറിയ സ്പീഡ് കുറച്ചൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാം. അതിനപ്പുറം നമ്മൾ സിനിമയിൽ കാണുന്ന തരത്തിലുള്ള, പക്ഷേ അത് മനുഷ്യൻ്റെ ഭാവനയ്ക്ക് ഏറ്റവും രസകരമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ഐഡിയ ആണ് ടൈം ട്രാവൽ. ഇപ്പോൾ റോബർട്ട് സെമക്കിസ് എന്ന് പറയുന്ന ഡയറക്ടർ 3 പടമാണ് അത് വെച്ചെടുത്തിരിക്കുന്നത്. ബാക്ക് ടു ദ ഫ്യൂച്ചർ 1, 2, 3 ഭയങ്കര നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. സങ്കല്പം കറക്റ്റാണ്,
പക്ഷേ ഒരു കുഴപ്പമുണ്ട്. തിയറട്ടിക്കലി ഇന്നത്തെ അവസ്ഥയിൽ നമുക്കത് പാടാണ്. ഇപ്പം ഇത് പറഞ്ഞുകൊണ്ട് എനിക്ക് മനസ്സിൽ പെട്ടെന്ന് വന്നൊരു കാര്യം, അത് ഇതിപ്പോൾ ആൾക്കാരൊക്കെ പറയില്ലേ, അതായത് നമ്മുടെ ഈ കൊറോണ കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഒരു വർഷം എന്ന് പറയുന്നത് പോണത് അറിയണില്ല. എന്താ പെട്ടെന്നാണ് ഓരോ ഇപ്പം നമുക്കും അത് ഫീൽ ചെയ്തുകൊണ്ട് ഒരു ഇയർ പണ്ടത്തെ ഒരു ടൈമല്ല ഇപ്പം എന്ന് പറയുന്നത്. ഒരു ഇയർ എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് പോണ പോലെ. ലൈക്ക് അതിപ്പം സാറിനും അങ്ങനെയാണോ ഫീൽ ചെയ്തിരിക്കുന്നത്? എനിക്കും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം കൊറോണ അല്ല, പ്രായമാണ്. ഇതിലെന്തെങ്കിലും സയന്റിഫിക്? ഞാൻ ടീച്ചറല്ലേ, ഞാൻ എൻ്റെ സ്റ്റുഡൻസിനടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ സ്ഥിരം അവരോട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണിത്. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ MSc പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുകയാണ്. അപ്പോൾ അവരുടെ ടിപ്പിക്കൽ ഏജ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അറൗണ്ട് 20. ഞാൻ അവരോട് ചോദിക്കും 10 വർഷം മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് സങ്കല്പിക്കാൻ പറയും. അപ്പോൾ അവരിങ്ങനെ കൂട്ടിയൊക്കെ വരുമ്പോൾ 5ാം ക്ലാസ്സിലോ മറ്റുമാണ്. ശരി, ഇപ്പം നിങ്ങൾ MSc ഫൈനൽ ഇയർ സ്റ്റുഡൻസ് എന്ന രീതിയിൽ നിങ്ങളിപ്പം കോളേജിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തൊട്ടപ്പുറത്ത് സ്കൂളാണ്. ആ സ്കൂളിൽ 5ാം ക്ലാസ്സിൽ ഒരു കുട്ടി അവിടെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. ആ കുട്ടിയെ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് എന്ത് തോന്നും? അയ്യാ, 5ാം ക്ലാസ്സിലെ കുട്ടിയെ നോക്കുന്നത് ഒരു ക്യൂട്ട് കുട്ടിയാണ്. നിങ്ങൾ 10 കൊല്ലം മുമ്പ് ഇതായിരുന്നു. അന്ന് പ്രേമം സിനിമ ഇറങ്ങിയിട്ടില്ല. ഓക്കെ, അപ്പോൾ അല്ലെ, പ്രേമ സിനിമ ഇറങ്ങിയിട്ടുണ്ടെന്ന്. അപ്പം നിങ്ങൾ 10 വർഷം കൊണ്ട് എന്തൊക്കെ മാറി? നിങ്ങൾ 5ാം ക്ലാസ്സിൽ കുട്ടിയിൽ നിന്നും MSc ഫൈനൽ ഇയർ എന്ന് പറയുന്നൊരു സ്റ്റുഡൻ്റ് ആയിട്ട് മാറുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റം സംഭവിച്ചു? നിങ്ങൾ ഓരോ വർഷം ഓരോ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഓക്കെ, പക്ഷെ എൻ്റെ കാര്യം എടുക്കൂ. ആ 10 വർഷം മുമ്പും ഞാൻ കോളേജ് അധ്യാപകനാണ്, ഇപ്പോഴും ഞാൻ അതുപോലൊരു കോളേജ് അധ്യാപകനാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല. അതായത് നമ്മുടെ ഗ്രോത്തിൻ്റെ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ നമ്മളിപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തോ ബന്ധു ആരെങ്കിലും ഒരാൾ പുതിയൊരു പാരൻ്റായി, ഒരു പുതിയ ന്യൂ ബോൺ ബേബിയെ നമ്മൾ കാണാൻ പോകും. ഒരു ചെറിയ കൈക്കുഞ്ഞിനെ നമ്മൾ കാണുന്നു. പിന്നെ നമ്മൾ ഇവിടെയെങ്കിലും ഇല്ല, നമ്മൾ 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ട് കാണുമ്പോൾ ഈ കുഞ്ഞിന് എത്ര വ്യത്യാസം വന്നിട്ടുണ്ടാവും? ഈ കുഞ്ഞിന് ഭയങ്കര വ്യത്യാസം വന്നിട്ടുണ്ടാവും. ഓക്കെ, ഒരു 2 കൊല്ലം കഴിഞ്ഞാൽ കുറേ വ്യത്യാസം. പക്ഷേ നിങ്ങളുടെ ഒരു ബന്ധുവിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അമ്മാവൻ നിങ്ങളെ കണ്ടിട്ട് ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെയും വരുന്നു, എത്ര വ്യത്യാസം പ്രതീക്ഷിക്കാം? നമ്മളിങ്ങനെയൊക്കെ തന്നെ ഇരിക്കും. ചെറുപ്പം വന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ വണ്ണത്തിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടായിരിക്കും, അരച്ചിട്ടുണ്ടാവും. അതുപോലെ കുറച്ച് കഴിഞ്ഞാലേ ഉള്ളൂ. അല്ലാതെ അതൊരു പോസ്റ്റ് മിഡ് 30 കഴിഞ്ഞിട്ടേ ഉള്ളൂ അങ്ങനത്തെ വ്യത്യാസങ്ങൾ. പ്രായമാകുന്നതിൻ്റെ വ്യത്യാസം 38 വയസ്സാണ് പൊതുവിൽ അവിടെ എത്തുമ്പോൾ പിന്നെ മുടി കൊഴിയാൻ തുടങ്ങും. അങ്ങനത്തെ കുറേ വ്യത്യാസങ്ങളും ഏജിങ്. അല്ലാതെ നമ്മൾ കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ നമ്മുടെ ഗ്രോത്ത്, നമ്മുടെ ലൈഫിൽ വരുന്ന മാറ്റങ്ങളുടെ സ്പീഡ് കുറയും. നമ്മളൊന്ന് സ്റ്റേബിളാവും. നമ്മളൊരു ജോലി കയറി കഴിഞ്ഞാൽ പിന്നെ കുറേ കാലം അതേ ജോലി തന്നെ ആയിരിക്കും, ഒരേ ഓഫീസ്. ഇപ്പോൾ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലാണ് ചിലപ്പോൾ ട്രാൻസ്ഫറൊക്കെ വരാം, അങ്ങനെയെങ്കിലും സ്ഥലം മാറി എന്ന് പറയാം. അല്ലാതെ ഒരു സ്ഥാപനത്തിൽ നിന്ന് ജോലി ചെയ്താൽ ചിലപ്പോൾ അയാൾ 10 കൊല്ലം 20 കൊല്ലമായിട്ട് ഇതേ സ്ഥാപനത്തിൽ വരുന്നു. മോണോട്ടോണസ് ആവും ലൈഫ്. അപ്പോൾ പിന്നെ ലൈഫ് സ്പീഡ് ഭയങ്കര കൂടുതലായിട്ട് നമുക്ക് തോന്നും. മാറ്റം വന്നാലേ നമുക്ക് മാറ്റം വരാതിരുന്നു. അതുകൊണ്ട് അത് കൊറോണയ്ക്ക് ശേഷം കുറച്ച് പ്രായം കൂടെ കൂടിയില്ല, അത് ആലോചിച്ചില്ലേ? അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. വിശ്വാസങ്ങളെ പറ്റി, സ്പിരിച്വാലിറ്റീനെ പറ്റി കുറേ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. അതിനുശേഷം നമ്മൾ കുറേ തിയററ്റിക്കലായിട്ട് സംസാരിച്ചു. ഇതിൽ ഒരുവിധം ആൾക്കാരുടെ അടുത്തേ നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ അവർക്ക് ലൈഫിൽ അവരെ എഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യം വന്നാൽ ആദ്യം വിധിയെ പഴിക്കുന്ന ഒരു പരിപാടി നമ്മൾ കണ്ടിട്ടുണ്ട്. അതെൻ്റെ വിധിയാണ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് അവൻ്റെ വിധിയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ പറയും, മോനെ കാലല്ലേ ഒടിഞ്ഞുള്ളൂ, എന്തോ വലിയ ഇത് വരാനിരിക്കുന്നുണ്ടായിരുന്നു എന്നും പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം ഞാനിതിലൊരു ഫിലോസഫിക്കൽ ഒരു ടേം കേട്ടിട്ടുണ്ട്, ഡിറ്റർമിനിസം എന്ന് പറഞ്ഞിട്ട്. അതൊരു ഫിലോസഫിക്കൽ ടേമാണ്. അതായത് നമ്മുടെ ലൈഫിൽ നമുക്ക് എന്ത് നടക്കാനിരുന്നു അതൊക്കെ ഡെസ്റ്റിനി ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്, അത് അങ്ങനെ നടക്കൂ എന്നുള്ളത്. അപ്പോൾ ആക്ച്വലി വിധി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്താ ഈ ഡിറ്റർമിൻഡ് ആയിട്ടുള്ളൊരു പാസ്റ്റ് ഫ്യൂച്ചറോ അല്ലെങ്കിൽ മൊത്തം നമ്മുടെ ഭൂതം ഭാവിയിലോ നേരത്തെ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ഫ്രീ വില്ലില്ല. എനിക്ക് തീരുമാനിക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ എഞ്ചിനീയർ ആവണമെന്ന് ഡിറ്റർമിൻഡ് ആണെങ്കിൽ പിന്നെ എനിക്ക് ടീച്ചർ ആവാൻ പറ്റില്ല. എനിക്ക് ടീച്ചറായിട്ട് പഠിക്കാൻ പറ്റും. ഞാനിനി BEd ചെന്ന് ചേർന്നാലും എനിക്ക് വേറെ ഏതെങ്കിലും കമ്പനിയിൽ ജോലി ചെയ്യാൻ പറ്റും. ഞാൻ എഞ്ചിനീയർ ആകുമെന്ന് ഡെഫിനറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും എനിക്കൊരു എഞ്ചിനീയറിങ് ജോലി തന്നേ പറ്റൂ, ഇല്ലേ? അല്ലെങ്കിൽ അത് അപ്പോൾ ഈ ഡെസ്റ്റിനിക്ക് വേറൊരു കുഴപ്പം കൂടെ ഉണ്ട്. നിങ്ങൾക്കത് ആലോചിച്ച് നിങ്ങളുടെ ആക്ഷൻ കൊണ്ട് മാറ്റാൻ പറ്റില്ല. മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യം എപ്പോഴും എന്താണ്? ഫ്യൂച്ചറിനെ കുറിച്ചാണ്. എന്താണ് സംഭവം? നേരത്തെ നമ്മൾ തുടക്കത്തിൽ സംസാരിച്ച അൺസർട്ടനിറ്റിയാണ് പ്രശ്നം. ഫ്യൂച്ചർ ഈസ് വെരി അൺസർട്ടൻ, പാസ്റ്റ് ഈസ് വെരി ക്ലിയർ. ഫ്യൂച്ചർ പക്ഷേ എപ്പോഴും നമുക്ക് പല ഡയറക്ഷനിൽ ആ അൺസർട്ടനിറ്റിയാണ് പലപ്പോഴും നമുക്ക് ആദ്യം ഉണ്ടാകുന്നത്.
ഇത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ കണ്ടുപിടിച്ചൊരു ടെക്നിക്കാണ് നേരത്തെ എഴുതപ്പെട്ടിട്ടുണ്ട്, വരാനുള്ളത് വഴിയിൽ തങ്ങില്ല. പറയുന്നുള്ള സുഖമുള്ളൂ. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങളൊന്നും ചെയ്യരുത്. കാരണം നിങ്ങൾ എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല, പഠിക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം നിങ്ങൾ പരീക്ഷയ്ക്ക് പാസ്സാകും എന്നുള്ളത് ആളുടെ വിധിക്കപ്പെട്ട് കഴിഞ്ഞു. നിങ്ങളുടെ വിധിയിൽ എന്നിട്ട് നമ്മൾ പോകുന്ന ആരെയൊക്കെ അന്വേഷിച്ചാൽ പോകുന്നത്? നമുക്ക് വാസ്തു, ജ്യോത്സ്യം, കൈരേഖ, പക്ഷിശാസ്ത്രം, എന്താ ഇവരുടെ അടുത്തെല്ലാം പോയിട്ട് നമുക്ക് അറിയേണ്ടത് ഭാവി എന്താകും എന്ന് അറിയണം. ജ്യോത്സ്യനോട് നമ്മൾ ചോദിക്കുകയാണ്, കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് മുടിയൊക്കെ ഉണ്ടാകുമോ എന്നാണ് അന്വേഷിക്കുന്നത്. അല്ലെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ ചേട്ടന് കഷണ്ടി ഉണ്ടാകുമോ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ ജോലി കിട്ടുന്നു, ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് എഞ്ചിനീയർ ആവണമെന്നാണ് ആഗ്രഹം, എഞ്ചിനീയറിംഗ് ജോലി കിട്ടുമോ എന്നറിയണം. കിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ വീട്ടക്കിന് പോകാതിരിക്കും എന്നാണോ? അതോ പൂജയൊക്കെ ചെയ്ത് നമ്മളിത് മാറ്റും? അതൊരു കുറച്ച് എല്ലാ ദോഷങ്ങൾക്കും ഇതാണ് പരിഹാരമാണ്. പരിഹാരമില്ലാത്ത ദോഷങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത് നഷ്ടമാണ്. കാരണം ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് ജോലി കിട്ടുന്നതിനൊക്കെ മുമ്പേ എനിക്കൊരു വാടക വീട് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ അന്വേഷിച്ചു, ഒരു പ്രേതബാധയുള്ള വീട് കിട്ടുമോ, അങ്ങനെ വാടക കുറവായിരിക്കും. പക്ഷെ അങ്ങനെ ഒരു വീടില്ല. കാരണം എല്ലാ പ്രേതബാധയ്ക്കും പരിഹാരമുണ്ട്. ഈ ബിസിനസ് അങ്ങനെ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ പ്രേതബാധ എന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കി വെച്ചേക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അത് പരിഹാരം ഓഫർ ചെയ്തിട്ട് കുറച്ച് പൈസ വരെ സംഘടിപ്പിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഉറപ്പിച്ച് പറഞ്ഞു, പ്രശ്നങ്ങൾ എല്ലാത്തിനും പരിഹാരമുണ്ട്. അപ്പോൾ നമ്മൾ പറയുകയാണ് പരീക്ഷയ്ക്ക് തോക്കും എന്നുള്ള വിധിയിലുണ്ടെങ്കിൽ ജയിക്കാൻ ഒരു പൂജ ചെയ്താൽ മതി. അപ്പം നിങ്ങൾ അവിടെ ചെയ്യുന്നത് എന്തുവാ? നിങ്ങൾ വിധി തിരുത്തി. ഇല്ലേ, തോക്കാനായിരുന്നല്ലോ വിധി, പക്ഷെ നമ്മൾ പൂജ ചെയ്ത് ജയിക്കുകയല്ലേ. അപ്പോൾ ഈ പ്രവചനങ്ങൾക്കെല്ലാം ഈ കുഴപ്പമുണ്ട്. നിങ്ങൾക്ക് അതിനെ തിരുത്താൻ പറ്റുമെങ്കിൽ പ്രവചനം തെറ്റുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അവരാണ് 30ാമത്തെ വയസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അപകടം ഉണ്ടാകാൻ പോവാണ്. അപ്പോൾ ഞാൻ സൂക്ഷിച്ച് അപകടം ഒഴിവാക്കി. അപ്പോൾ പ്രവചനം തെറ്റിയോ ശരിയായോ? അപകടമാണ് പ്രവചനം, അപകടം ഉണ്ടായില്ല, അപ്പം പ്രവചനം തെറ്റിയില്ലേ? അപ്പം പിന്നെ എങ്ങനെ പ്രവചനത്തിന് വിശ്വസിക്കുന്നത്? ഇതൊരു പാരഡോക്സ് ആണ്. നിങ്ങൾക്ക് എല്ലാ പ്രഡിക്ഷനും ഈ പ്രശ്നമുണ്ട്. അപ്പം വിധി ഫിക്സ്ഡ് ആണെങ്കിൽ നമുക്ക് ചോയ്സ് ഇല്ല. നമ്മുടെ ചോയ്സിനനുസരിച്ചിട്ടാണ് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നത്, വെദർ വി ലൈക്ക് ഇറ്റ് ഓർ നോട്ട്. പക്ഷെ ആളുകൾ വിധിയെ കണ്ടെത്തുന്നത് നേരത്തെ നമ്മൾ സംസാരിച്ച അതേ പ്രശ്നമാണ് പലപ്പോഴും. ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിവാകാൻ ഏറ്റവും ബെസ്റ്റുമാണ്. പിന്നെ എളിമ കാണിക്കാനും ബെസ്റ്റാണ്. എങ്ങനെ? സാറ് കിടിലമാണ്, എല്ലാം ദൈവാനുഗ്രഹം. എന്താ, ഞാനൊരു കിടിലമായ എന്നെ ഉണ്ടാക്കിയ ദൈവമാണ് കിടിലം. അല്ല, നേരെ മറിച്ച് സാറ് കിടിലെന്ന് പറഞ്ഞാൽ അതെ ഞാൻ പഠിച്ച് ഞാൻ എഫേർട്ട് ഇട്ടെന്ന് പറഞ്ഞാൽ അത് വേറെ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊക്കെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് ഒരാളെ കളിയാക്കും, മോനെ നന്നായിട്ട് പാടി കേട്ടോ, ദൈവാനുഗ്രഹമുണ്ട്. അപ്പം ഞാൻ കഷ്ടപ്പെട്ടതിന് വിലയിൽ ഇല്ലേ? അത് നമുക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പല പർപ്പസിനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടൊരു യൂണിവേഴ്സിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ജീവിതം നമുക്ക് തെളിയിച്ചു തരുന്നത്. ഒരുപാട് പേര് അവനവൻ്റെ മണ്ടത്തരം കാരണം കടം വരുത്തി വെക്കുന്നില്ലേ? ഒരുപാട് പേര് അവനവൻ്റെ കഷ്ടപ്പാട് കൊണ്ട് വലിയ ജീവിത വിജയം നേടുന്നില്ലേ? വിധി ഉള്ളതുകൊണ്ടാണോ വിധി ഇല്ലാത്തതുകൊണ്ടാണോ? വിധി ഫിക്സ്ഡ് ആണെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ ഫണ്ടമെൻ്റൽ പ്രിമൈസാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ പറയുന്നു, ഡിറ്റർമിനിസം എന്ന് പറയുന്നത് സയൻസിൽ ഉപയോഗിക്കുന്നൊരു വാക്കാണ്, ഫിലോസഫിയിലുള്ള ഉപയോഗിക്കുന്ന അർത്ഥം ചെറിയ വ്യത്യാസമുണ്ട്. നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും, ബിക്കോസ് ദ ലോസ് ആർ ദെയർ. അപ്പോൾ ആ ലോസ് നമുക്ക് ഉപയോഗിച്ച് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ അർത്ഥം നമ്മുടെ ആക്ഷൻ കാര്യങ്ങളെ ഫ്യൂച്ചർ കോഴ്സ് മാറ്റില്ല എന്നല്ല. ആക്ഷൻ ക്യാൻ ആക്ച്വലി ഇൻഫ്ലുവൻസ് ദ ഫ്യൂച്ചർ കോഴ്സ്. ഓക്കെ. ഇപ്പം നേരത്തെ ഞാനൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഇപ്പോൾ ലൈഫിൽ ഇത്രയും നോളജ് കിട്ടി അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളെ പറ്റി അറിയാൻ ശ്രമിക്കുന്നു, സ്റ്റിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, ഏതെങ്കിലും ഒരു പോയിന്റിൽ അയ്യോ എനിക്ക് അത് അറിഞ്ഞത് അല്ലെങ്കിൽ അത് തെറ്റിപ്പോയല്ലോ, അങ്ങനെയൊക്കെ സ്വയം ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്? വിചാരിച്ച കാര്യങ്ങൾ തെറ്റാണെന്ന് മനസ്സിലാക്കുമ്പോൾ ബുദ്ധിമുട്ടാണോ? കുട്ടിക്കാലത്തേക്കാണ് കുറച്ച് ഡ്രാമാറ്റിക്, വലിയ കുറച്ചുകൂടി പ്രായാന്വേഷമുള്ള അങ്ങനെ ഡ്രാമാറ്റിക് ആയിട്ടുള്ള കാര്യം പറഞ്ഞാൽ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ഭൂമി ഇങ്ങനെ കറങ്ങുന്ന ടീച്ചർ കാണിച്ചു തന്നായിരുന്നു. മറ്റേ ഗ്ലോബ് കൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ അച്ചുതണ്ടിന് ചുറ്റുമാണ് ഭൂമി കറങ്ങുന്നത്. അപ്പം എൻ്റെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ ഈ അച്ചുതണ്ടിൻ്റെ മുകളിൽ കയറും താഴോട്ട് നോക്കിയാൽ ഭയങ്കര രസമായിരിക്കും ഭൂമി ഇങ്ങനെ കറങ്ങുന്ന കാണാൻ. പക്ഷെ അത് കുറച്ചൊരു 9ാം ക്ലാസ്സിലായപ്പോൾ ഒരു ടീച്ചർ വന്ന് പറഞ്ഞു, ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ തിരികെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ പറഞ്ഞു വെയിറ്റ് എ മിനിറ്റ്, എനിക്കൊരു പ്രശ്നം സാങ്കല്പിക്കൂ. അപ്പോൾ ഞാൻ കൊടുക്കയിൽ പൈസ ഇടുക അവിടെ പോവാൻ. അത് ഭയങ്കര ഹാർട്ട് ബ്രേക്ക് ആയിരുന്നു. അപ്പോൾ ഞാൻ കയറാൻ നിൽക്കുന്ന അച്ചുതണ്ട് അവിടെ ഇല്ല. ഇപ്പോൾ ഈ ഹാലൂസിനേഷനൊക്കെ ചെയ്യുന്നവരാണ്, മൈ ബെസ്റ്റ് ഫ്രണ്ട് ഈസ് നോ ലോങ്ങർ ദെയർ, എനിക്ക് അങ്ങനെ ഒരു ഫ്രണ്ടില്ല, ഞാൻ ഉണ്ടാക്കിയെടുത്താണ് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒരു ഷോക്കിംഗ് എലമെൻ്റ് ആയിരുന്നു. അത്തരത്തിൽ ഷോക്കിംഗ് എനിക്കിപ്പോഴും ആരെങ്കിലും ചോദിച്ചാൽ എൻ്റെ മനസ്സിലിരുന്ന ഏറ്റവും വലിയ ഹാർട്ട് ബ്രേക്ക് ഇതാണ്. വിചാരിച്ച കാര്യം തെറ്റി ഇത് കൊണ്ടുകൊണ്ടിരുന്നിട്ട് ഹാർട്ട് ബ്രേക്ക്. ബാക്കി പല കാര്യങ്ങളും കുറച്ചുകൂടെയൊക്കെ മെച്യൂരിറ്റിയൊക്കെ വന്നുകൊണ്ടായിരിക്കും
അങ്ങനത്തെ തെറ്റുകൾ അങ്ങ് ഓക്കെ, ഇതാണ് കാര്യം, കറക്റ്റ് ചെയ്ത് മുമ്പോട്ട് പോവാം. സൈറ്റ്സിൽ ഇപ്പം നമ്മൾ മെയിനായിട്ട് ഒരു കോൺസെപ്റ്റിനെ പറ്റി സംസാരിക്കുകയാണ്. ഇപ്പം മൾട്ടിവേഴ്സ് അല്ലെങ്കിൽ പാരലൽ വേഴ്സ്, യൂണിവേഴ്സ്. അപ്പം ഈ ഇപ്പം സ്പിരിച്വാലിറ്റിയിലും നമ്മുടെ ഈ സയൻസിലും ഏകദേശം ഒരു സിമിലർ കോൺസെപ്റ്റ് പറഞ്ഞ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് സ്പിരിച്വലായിട്ട് നമ്മൾ തിങ്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പം ആൾക്കാർ പറയാറുണ്ട് നിന്നെപ്പോലെ 7 പേര് ലോകത്തുണ്ട്, എവിടെയെങ്കിലൊക്കെ ജീവിച്ചിരിപ്പുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ സയൻസിൽ വരാണെങ്കിൽ ഇതേപോലെ മൾട്ടിവേഴ്സ് അല്ലെങ്കിൽ പാരലൽ യൂണിവേഴ്സിൽ എന്നെ പോലെ തന്നെ ഒരാൾ അപ്പുറത്തുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ തമ്മിലുള്ള ആക്ഷൻസ് സെയിം ഒക്കെ ആകുമ്പോൾ ഈ ദേജാവും ഒക്കെ അടിക്കുക, അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് തമ്മിൽ ഈ ഒരു എന്താ പറയുക സിമിലാരിറ്റി വരുന്നത് എന്തുകൊണ്ടാണ്? ഇനി ഇങ്ങനെ ഒരു മൾട്ടിവേഴ്സ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടോ? സിനിമയുടെ മുമ്പിൽ എഴുതി കാണിക്കത്തല്ലേ, ഇത് തീർത്തും ഭാവനയാണ്, ഇതിന് യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്നവരായിട്ട് യാതൊരു ബന്ധവുമില്ല, ബന്ധം തോന്നിയില്ല, തികച്ചും യാദൃശ്ചികമാണ്. ഈ 7 കണക്ക് എവിടെ നിന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഒരാളെപ്പോലെ 7 പേരുണ്ട് എന്ന് പറയുന്നത് നമുക്ക് മുഖസാമ്യമുള്ള, നിങ്ങൾ ആലോചിക്കണം, ഈ ലോകത്ത് 800 കോടി മനുഷ്യരുണ്ട്. ഇപ്പോൾ മരിച്ചുവരും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അന്തവും കുന്തവും ഇല്ലാത്ത അത്രയും നല്ല മെമ്പറാണ്. എല്ലാവർക്കും 2 കണ്ണ്, 2 പുരികം, 1 മൂക്ക്, 1 ചുണ്ട്, 2 കവിള്, 1 താടി, ഇത്രയും ഐറ്റംസേ ഉള്ളൂ. ഈ ഐറ്റം കമ്പൈൻ ചെയ്യുന്നത് എത്ര രീതിയിൽ ഡിഫറൻ്റ് ആക്കാൻ പറ്റും അല്ലേ? അപ്പം സാമ്യം എന്ന് പറയുന്നത് എങ്ങനെ പോയാലും വരാവുന്നൊരു കാര്യമാണ്. ഫാമിലിയിൽ ഹിസ്റ്ററിയിൽ സാമ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൂടുതലായിരിക്കും എന്നേ ഉള്ളൂ. പാരലൽ യൂണിവേഴ്സ് എന്ന് പറയുന്ന ഐഡിയക്ക് ഇതുമായിട്ട് നേരിട്ട് ബന്ധമില്ല. പാരലൽ യൂണിവേഴ്സ് അല്ലെങ്കിൽ മൾട്ടിവേഴ്സ് എന്ന് പറയുന്ന ഐഡിയ അതിന്നും സ്പെക്കുലേഷനാണ്. അത് സയൻസിലുള്ള ഒരു സ്പെക്കുലേഷൻ എന്ന് പറയുന്നത് ചില പ്രോബ്ലങ്ങൾക്ക് നമുക്ക് നിലവിൽ സൊല്യൂഷനില്ല, തിയറട്ടിക്കലി സൊല്യൂഷനില്ല. അപ്പോൾ അതിന് എന്ത് കണ്ടീഷൻ വെച്ച് സോൾവ് ചെയ്യാം എന്നുള്ളതിന് ചില സ്പെക്കുലേഷൻസ് നമ്മൾ കൊണ്ടുവരും. സ്പെക്കുലേഷൻ എന്ന് വിളിക്കാൻ കാരണം അതിന് നേരിട്ട് തെളിവില്ല. ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും, അല്ലെങ്കിൽ ഇങ്ങനെയാണ് കാര്യമെങ്കിൽ ഇങ്ങനെ സംഭവിക്കാം. നിലവിൽ ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇങ്ങനെയാണ് കാരണം, അണ്ടർലൈങ് റീസൺ ഇതായിരിക്കാം, പക്ഷേ അത് അണ്ടർലൈങ് റീസൺ ഇതാണ് എന്ന് തെളിയിക്കാൻ നമുക്ക് മാർഗ്ഗമൊന്നുമില്ല. പാരലൽ യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ തെളിയിക്കാൻ പ്രശ്നമാണ്. കാരണം നമ്മുടെ കയ്യിലിരിക്കുന്ന എല്ലാ ഡേറ്റയും ഈ യൂണിവേഴ്സിൽ നിന്നുള്ളതേ ഉള്ളൂ. വേറൊരു യൂണിവേഴ്സ് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോൺ ഇൻ്ററാക്ടിങ് യൂണിവേഴ്സ്. യൂണിവേഴ്സ് എന്ന് പറയുന്ന വാക്കിന് യൂണി എവിടുന്നാണ് വന്നത്? ഒന്നാണ്. അതായത് നിലവിലുള്ളത് എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാം ചേർന്നാണ് യൂണിവേഴ്സ്. അപ്പോൾ യൂണിവേഴ്സിന് വെളിയിലൊന്നുമില്ല. എന്തുകൊണ്ടില്ല? വെളിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനെ യൂണിവേഴ്സ് എന്ന് വിളിക്കാൻ പറ്റില്ല. യൂണിവേഴ്സ് ഒന്നേ ഉള്ളൂ. യൂണിവേഴ്സിന് അതിര് സാധ്യമല്ല. അതിര് വയ്ക്കണമെങ്കിൽ അതിന് വെളിയിൽ വേറെ എന്തെങ്കിലും വേണം. ഒരു സ്ഥലത്ത് ഇത് അവസാനിച്ച് വേറൊരു സംഗതി തുടങ്ങുമ്പോഴാണല്ലോ ഇതിൻ്റെ അതിരെന്ന് പറയുന്നത്. യൂണിവേഴ്സ് എല്ലാം ചേർന്നാണെങ്കിൽ അതിന് വെളിയിലൊന്നും വരില്ല. അപ്പോൾ അതിന് ബൗണ്ടറി വെക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ കുറേയേറെ രീതിയിൽ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഐഡിയ ആണ്. നമുക്ക് ഒറ്റ യൂണിവേഴ്സിനെ കുറിച്ച് അറിയാൻ മാർഗ്ഗമുള്ളൂ. പാരലൽ യൂണിവേഴ്സ്, നമുക്ക് ഒരു രീതിയിലും ആക്സസ് ഇല്ലാത്ത മറ്റ് യൂണിവേഴ്സുകൾ ഉണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഈ യൂണിവേഴ്സിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ചില തിയറട്ടിക്കൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും, അല്ലെങ്കിൽ ആ പ്രശ്നം ഇങ്ങനെയാണ് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നിലവിൽ പാരലൽ യൂണിവേഴ്സ് എന്ന് പറയുന്ന ഐഡിയ ഫിസിക്സിൽ നിൽക്കുന്നത്. ഞാൻ ഫിസിക്സിൽ ഉപയോഗിക്കുന്നു പോലും പറയുന്നില്ല. ഫിസിക്സിൽ അങ്ങനെ ഒരു ഫ്ലോട്ടിങ് ഐഡിയ ഉണ്ട്. കാരണം അതിനെക്കുറിച്ച് നമുക്ക് നിലവിൽ തെളിവുകളൊന്നുമില്ല. ഇറ്റ് ഈസ് സ്റ്റിൽ മോർ സ്പെക്കുലേഷൻ ദാൻ എ തിയറി. മറ്റേ സാമ്യം അത് വേറെ കളി. കാരണം ഇപ്പോൾ നമ്മൾ ചില സമയത്ത് നമ്മൾ ലൈഫിൽ ഈ നടന്ന മൊമെന്റ് അയ്യോ ഇത് മുന്നേ എവിടെയോ നടന്നിട്ടുണ്ടല്ലോ, ദേജാവോ, അതിന് ഇതുമായിട്ട് ബന്ധമില്ല, വേറെ ഐഡിയ ആണ്. പക്ഷെ അതിന് ഇപ്പോഴും സ്റ്റിൽ നമുക്ക് അങ്ങനെ ഒരു കറക്റ്റ് ഒരു ആൻസർ പറയാനുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഏതാണ് ചോദ്യം? അല്ല ഐ മീൻ ഈ ദേജാവു എന്ന് പറയുന്ന സാധനം ഇപ്പൊ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞ കാര്യമേ ഇല്ല എന്ന് ആക്ച്വലി പറയുന്നുണ്ട്. അതും മനുഷ്യന്റെ ഒരു തോട്ടാണ്. ഇങ്ങനെ കോൺഷ്യസ് മൈൻഡ്, അതിന്റെ അടിയിൽ ഒരു സബ് കോൺഷ്യസ് മൈൻഡ്, ഇങ്ങനെ ലെയേർഡായിട്ട് കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. അത് ആ ലെയർ എന്ന് പറയുന്നത് ഒരു ആക്ച്വൽ ലെയർ എന്ന അർത്ഥത്തിലല്ല പറയുന്നത്. നമ്മൾ മനുഷ്യന് മെമ്മറി വർക്ക് ചെയ്യുന്നത് പല ലെവലിലാണ്. നമുക്ക് വർക്കിംഗ് മെമ്മറി എന്ന് പറയുന്ന സംഗതി, നമ്മളിപ്പോൾ ഒരു OTP കണ്ടു, നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് OTP അത്ര നേരത്തേക്ക് നമ്മുടെ വർക്കിംഗ് മെമ്മറിയിലുള്ളൂ. അത് തന്നെ എല്ലാവർക്കും ഒരുപോലെ സ്ട്രോങ് അല്ലല്ലോ. ചില ആൾക്കാർക്ക് പിന്നെയും OTP നോക്കണം എല്ലാ നമ്പറും ഉണ്ടോ എന്ന്. അത് വർക്കിംഗ് മെമ്മറിയാണ്. വർക്കിംഗ് മെമ്മറി ഇൻ്റലിജൻസിൻ്റെ പാർട്ടാണ്. ലോങ് ടേം മെമ്മറി ഉണ്ട്. നമ്മൾ പിന്നെ അങ്ങനെ പലതരത്തിലാണ് നമ്മൾ മെമ്മറി പ്രോസസ്സ് ചെയ്യുന്നത്. നമ്മൾ കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റുഡ് അല്ലാത്തൊരു ഏരിയയാണ്. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പൊതുവിൽ സൈക്കോളജിയിൽ നിന്ന് ഉപയോഗിക്കപ്പെടുന്നത് ആ ഒരു ലെയർ എന്ന അർത്ഥത്തിൽ പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് നമുക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷേ ആ ഇൻഫർമേഷൻ അവിടെ ഉണ്ട്. അൺകോൺഷ്യസ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഈ തീരെ നമുക്ക്
ഓർത്തെടുക്കാനോ നമ്മൾ ആലോചിച്ചാലോ കിട്ടാത്ത ലെവലിൽ കിടക്കുന്ന തോട്ട്സാണ്. മൾട്ടിപ്പിൾ ലെവൽസ് ഓഫ് തോട്ട്സ് ഉണ്ട്. അതെല്ലാം ഉണ്ട്. ദേജാവ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത് അതൊരു മെമ്മറി, മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനത്തിൽ വരുന്ന ചെറിയൊരു സ്ലിപ്പാണ്. ഗ്ലിച്ച്, അതാണ് വാക്ക് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോർമലി ഞാൻ എങ്ങനെയാണ് ഈ സിറ്റുവേഷൻ, ഞാനെന്ന് പറയുന്ന ജീവി എങ്ങനെയാണ് ഈ സിറ്റുവേഷനെ അസസ് ചെയ്യുകയും അതിനോട് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ സെൻസറി ഇൻപുട്ടാണ് എൻ്റെ ബേസ്. ഞാൻ എന്ത് കാണുന്നു, ഞാൻ എന്ത് കേൾക്കുന്നു, എൻ്റെ ദേഹത്ത് എന്തൊക്കെ ടച്ച് ചെയ്യുന്നുണ്ട്, കാറ്റടിക്കുന്നുണ്ടോ, മണം എന്തെങ്കിലും ഉണ്ടോ, ഇങ്ങനെയുള്ള പല സെൻസറി ഇൻപുട്ടുകൾ ഞാൻ അകത്തേക്ക് എടുക്കുന്നുണ്ട്. ഇത് ബ്രെയിനിൻ്റെ വർക്കിംഗ് മെമ്മറിയിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, നമ്മളിങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പാർട്ട് ബ്രെയിൻ അറിയാതെ മെമ്മറിയിലോട്ട് സേവ് ചെയ്തു. ഓക്കെ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രെയിൻ അതിനെ മെമ്മറിയിലേക്ക് സേവ് ചെയ്യുകയും പെട്ടെന്ന് അടുത്ത ഇൻപുട്ട് ഫ്രഷ് ആയിട്ട് അത് എടുക്കുകയും ചെയ്യുമ്പം ഇപ്പോൾ വരുന്ന ഇൻപുട്ട് നേരത്തെ ഇരിക്കുന്ന ഇൻപുട്ടുമായിട്ട് മാച്ച് ആവുന്നു. അത് മെമ്മറിയിലോട്ടങ്ങ് കയറിപ്പോയതാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എൻ്റെ ഓർമ്മയിൽ ഇതുപോലൊരു സാധനമുണ്ട്, പക്ഷെ അത് ഇതേ സാധനമാണ്. ഓക്കെ, ഇങ്ങനെയുള്ള ഇത് മസ്തിഷ്കത്തിൻ്റെ ഈ ഗ്ലിച്ചസ് എല്ലാവരിലും ഒരേ അളവല്ല. ഒന്ന് ഒരു യങ് ഏജിൽ ഇത് കൂടുതലായിരിക്കും. കുറച്ച് പ്രായമായ ആൾക്കാർ ദേജാവ് റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. പിന്നെ ഈ ടെമ്പറൽ ലോബ് എപ്പിലെപ്സി എന്നൊക്കെ പറയുന്ന മസ്തിഷ്കത്തിൻ്റെ ഒരു ഭാഗത്ത് വരുന്ന ഈ എപ്പിലെപ്റ്റിക്കലായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് ഇത് കൂടുതലായിരിക്കും. അവർ കൂടുതൽ ദേജാവ് റിപ്പോർട്ട് ചെയ്യും. അപ്പം അതുകൊണ്ട് അത് തന്നെയാണ് ഇത് മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനത്തിൽ വരുന്ന ചെറിയൊരു പ്രശ്നമാണ്. അതൊരു വലിയ മസ്തിഷ്ക രോഗം ഒന്നുമല്ല. മസ്തിഷ്കത്തിന് ഇങ്ങനെ ഒരുപാട് പാളിച്ചകൾ പറ്റും. നമ്മൾ ഒരിക്കലും അതിനൊരു ഐഡിയൽ സംഗതിയായിട്ട് കാണാതിരുന്നാൽ മതി. ഇറ്റ് ഈസ് എ മെഷീൻ ദാറ്റ് receives input through senses, makes decision and execute through the motor part. നമ്മുടെ ശരീരം ചലിപ്പിച്ചുകൊണ്ട് അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ തീരുമാനിക്കുകയും ആ റെസ്പോൺസ് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു മെഷീനാണ്. അതിന് ഇഷ്ടം പോലെ രീതിയിൽ നമ്മളിപ്പോൾ ഫോണിൽ വർക്ക് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ചില സമയത്ത് ടച്ച് വർക്ക് ചെയ്യത്തില്ല. നമ്മൾ പലതവണ നമ്മൾ പവർ ബട്ടൺ ഞെക്കി ഒന്ന് ഓഫ് ചെയ്തിട്ട് പിന്നെ ഓൺ ചെയ്യുമ്പോൾ ശരിയാകും. അതുകൊണ്ട് ഫോൺ കംപ്ലൈൻ്റ് ആയി നമ്മൾ പറയില്ല. ഏത് ഫോണിലും ഇത് സംഭവിക്കും. അത്രയേ ഉള്ളൂ. നമ്മുടെ മസ്തിഷ്കത്തിന് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സ്ലിപ്സ് സംഭവിക്കും. ഓക്കെ, സോ ആക്ച്വലി നമ്മൾ ഒരു വൈൻഡപ്പിലേക്ക് വരികയാണ്. ബേസിക്കലി എനിക്ക് ഇനിയും കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്ന അല്ലെങ്കിൽ നമ്മൾ റിസർച്ച് ചെയ്തുകൊണ്ട് വന്നത് നമ്മളിങ്ങനെ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ വീണ്ടും 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 കുറേ ക്യൂരിയസ് ആയിട്ട് കുറേ കാര്യങ്ങൾ. പക്ഷെ നമുക്ക് സമയപരിധി ഉണ്ട്. അപ്പം ഐ ഹോപ്പ് നമ്മുടെ ഓഡിയൻസിന് ഇതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ബിക്കോസ് നമ്മൾ ഇതേ വരെ കൊണ്ടുവന്നിട്ടുള്ള ടോപ്പിക്സും കാര്യങ്ങളും നിങ്ങളുടെ ഒരു സജഷൻ കൊണ്ടുമാണ്. പക്ഷേ ഇത് നമ്മളൊരു സ്പെഷ്യലായിട്ടുള്ള, നമുക്കും ഇതൊരു നീഡാണ്, നമ്മുടെ ഓഡിയൻസിനെ കൊടുക്കാൻ ഇതൊരു നീഡാണെന്ന് ചിന്തിച്ചിട്ട് തന്നെയാണ് ഈ ഒരു ടോപ്പിക്ക് ചർച്ച ചെയ്യാൻ ആഗ്രഹിച്ചത്. സോ ഈ ഒരു പോഡ്കാസ്റ്റിനെ പറ്റി അല്ലെങ്കിൽ ഈ ഒരു എപ്പിസോഡിൽ ഒരു സാരാംശം മൊത്തത്തിൽ പറഞ്ഞാൽ എന്തെങ്കിലും നമ്മുടെ ഓഡിയൻസിനോട് പറയാൻ പറഞ്ഞാൽ എന്തായിരിക്കും സാർ? ഒരുപക്ഷെ നിങ്ങൾ എന്നോട് വിളിച്ച് വരുത്തിയതിന് പിന്നിലുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ സ്ഥലങ്ങളിൽ നിന്ന് സയൻസ് പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും. ഞാനത് പറയുന്നത് എന്തിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യർക്ക് എല്ലാവർക്കും ഉള്ള ആവശ്യമാണ് ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കുക. അത് നമ്മൾ ലോകത്തെക്കുറിച്ച് എത്രത്തോളം കൃത്യമായിട്ട് മനസ്സിലാവുമോ അത്രത്തോളം കൂടുതൽ നന്നായിട്ട് നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് അതിനെ മനസ്സിലാക്കി കൺട്രോൾ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവും. മനസ്സിലാക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൂൾ നമ്മൾ ഇന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള സംഗതിയാണ് സയൻസ്. അപ്പോൾ അതുകൊണ്ട് സയൻസിലൂടെ മറ്റു ലോകത്തെ നോക്കിക്കാണാനുള്ളൊരു ശീലം ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ വളരെ പ്രയോജനം ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മൾ സ്കൂളിൽ കാണാതെ പഠിച്ചു വെച്ചാൽ അതിനെ നമ്മൾ പറയുമല്ലോ, സ്കൂളിൽ ചിലപ്പോഴൊക്കെ ടീച്ചേഴ്സ് കളിയാക്കത്തില്ല, നീ ക്ലാസ്സിൽ കയറാതെ മാങ്ങ പറിക്കാൻ പോയാൽ ഇങ്ങനെ ഇരിക്കുന്നു. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, മാങ്ങ പറിക്കാൻ പോയവർക്ക് അറ്റ്ലീസ്റ്റ് മാങ്ങ പറിക്കാനെങ്കിലും അറിയാം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ക്ലാസ്സിൽ ഇരുന്ന് നിങ്ങൾ കാണാതെ പഠിച്ച് എഴുതി വെച്ചതുകൊണ്ട് അത് പ്രയോജനം ചെയ്യണമെന്നില്ല. ലോകത്തെ മനസ്സിലാക്കാനുള്ളൊരു മാർഗമായിട്ട് ഉപയോഗിക്കുക. So that's it. Let's pink it.